പറഞ്ഞു മെറ്റൽസിന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മെറ്റൽസിലെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാരണം നമ്മൾ പറഞ്ഞു. റൈറ്റ്. ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യും ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്. ഇലക്ട്രോൺസ് ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അത് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടാവും ഇലക്ട്രോൺസ്. മെറ്റലിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എനർജി ബാൻഡ് ഗ്യാപ്പ് 0 ആണ് മെറ്റലിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യും, അതിന്റെ പൊസിഷൻ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ആയിട്ട് കൊളൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രോൺസ് ആറ്റത്തിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു കൊളീഷൻ നടക്കും, അപ്പോൾ തന്നെ അതിന്റെ വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. റൈറ്റ്. മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ ആറ്റത്തിൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി 0 ആയിട്ട് മാറും. ബിക്കോസ് ആറ്റത്തിന്റെ സൈസ് ആയിരിക്കും കൂടുതൽ. സോ വെലോസിറ്റി 0 ആയിട്ട് മാറും. വീണ്ടും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ എഫക്റ്റീവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൊളീഷൻ കൊണ്ട് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് കറണ്ട് ഡിക്രീസ് ചെയ്യും. സോ റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്. സോ ഓൾ മെറ്റൽസ് ഹാസ് എ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ മെറ്റൽ അലോയ്സ് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ ടെമ്പറേച്ചറിനുള്ള ഡിപ്പെൻഡൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ദാറ്റ്സ് വൈ വി ആർ ഗോയിങ് ഫോർ മെറ്റൽ അലോയ്സ്, ഡിഫറെൻറ്റ് മെറ്റൽ അലോയ്സ്. ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മെറ്റൽസിന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അലോയ്സിനും പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കും. ബട്ട് ആ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് കമ്പാരറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം മെറ്റലിന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു റെസിസ്റ്റൻസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചും കൂടെ കൂടുമ്പം റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇസ് ഗിവൺ ബൈ RT ഈക്വൽ ടു നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. റൈറ്റ്. ഒരു റെഫറൻസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. റെഫറൻസ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് റെഫറൻസ് റെസിസ്റ്റൻസ് ഉണ്ടാവും, REF. അതിൻ്റെ കൂടെ റെഫറൻസ് റെസിസ്റ്റൻസ് അതിനൊരു പാർട്ട്, ഒരു പോർഷനും കൂടെ എക്സ്ട്രാ ആയിട്ട് വരും. ആൻഡ് ദാറ്റ് പാർട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. റൈറ്റ്. പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. റൈറ്റ്. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി കോഎഫിഷ്യന്റ് നമുക്ക് ആൽഫ എന്ന് വിളിക്കാം. ആൽഫ എന്ന് വിളിക്കാം. റൈറ്റ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് ആൽഫ എന്ന് വിളിക്കാം. നമ്മൾ പറഞ്ഞ ആൽഫ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. എന്നാൽ മാത്രമേ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുള്ളൂ. റൈറ്റ്. So if temperature greater than reference temperature, then I will have a term inside the bracket that is second temperature minus the reference temperature. Right. So I said this factor is proportional to temperature T. That proportionality constant is called alpha. So this is my alpha. And that is positive. Positive. So total resistance will be reference resistance is common, REF. REF for reference, reference, reference. So reference is common. Taking reference out, 1 plus alpha times T minus T reference. Right. And alpha is the temperature coefficient of resistance. And what will be the unit of alpha? Unit എന്താണെന്ന് ചോദിക്കാം എക്സാമിനേഷന്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ്, ആൽഫയാണ്. അതിന്റെ ഒരു ഫാക്ടർ ആണ്, ആൽഫയാണ്, കോൺസ്റ്റന്റ് അല്ല. ഇറ്റ് ഹാസ് എ യൂണിറ്റ്. അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വാട്ട് ഇസ് എ യൂണിറ്റ്? യൂണിറ്റ് ഓഫ് ആൽഫ 4 ഓപ്ഷൻസ് ഉണ്ടാവും. എന്താ യൂണിറ്റ് വരാ? ആൽഫയുടെ യൂണിറ്റ് നോക്കിയാൽ നിങ്ങൾ 1ന്റെ കൂടെ സെക്കൻഡ് ടൈം ആഡ് ചെയ്യാണ് അല്ലേ? 1ന്റെ കൂടെ ആൽഫ ടൈംസ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആഡ് ചെയ്യാണ് അല്ലേ? റൈറ്റ്.
ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അല്ലേ? അപ്പം ബ്രാക്കറ്റിലുള്ളതിന്റെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ട് അബൌട്ട് യൂണിറ്റ് ഓഫ് ആൽഫ? എത്രയായിരിക്കും? എന്തിന്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്നത്? 1ന്റെ കൂടെ ആഡ് ചെയ്യുന്നത് അല്ലേ? 1ന്റെ കൂടെയാണ് സെക്കൻഡ് ടേം ആഡ് ചെയ്യുന്നത്. റൈറ്റ്. സോ 1 is a constant, അതിന് യൂണിറ്റ് ഇല്ല, യൂണിറ്റ് ലെസ് ആണ് അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റ് ലെസ് ആയുള്ള ഒരു ക്വാണ്ടിറ്റിയുടെ കൂടെ നിങ്ങൾ ഒരു ടേം ആഡ് ചെയ്യുമ്പം അതിന്റെ മൊത്തം യൂണിറ്റ് എന്തായിരിക്കണം? യൂണിറ്റ് ലെസ് ആയിരിക്കണം അല്ലേ? അപ്പം ബ്രാക്കറ്റിനകത്തുള്ളതിന്റെ ഡിഗ്രി സെൽഷ്യസ് ആണെന്നറിയാം. അപ്പോൾ ആൽഫയുടെ യൂണിറ്റ് എന്തായിരിക്കണം? 1/, ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. റൈറ്റ്. ഓർ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് ആയിരിക്കണം യൂണിറ്റ് ഓഫ് ആൽഫ. ടെമ്പറേച്ചർ കെൽവിനിലാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതെങ്കിൽ 1 ഡിഗ്രി കെൽവിൻ ആയിരിക്കണം. ഓർ 1 ഡിഗ്രി കെൽവിൻ ഇൻവേഴ്സ് ആയിരിക്കണം. Kelvin inverse. So all metals has positive temperature coefficient of resistance and its value is given by alpha, and alpha will be comparatively less for metal alloys. Metal alloys. Metal alloys in the case of alpha കുറച്ചും കൂടെ കുറവായിരിക്കും. റൈറ്റ്. എനർജി ബാൻഡ് ഗ്യാപ്പ് 0 എന്ന് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ പറഞ്ഞു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞു. ആൻഡ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. ബിക്കോസ് ഇറ്റ്സ് എ മെറ്റൽ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. റൈറ്റ്. കോപ്പീഡ്. സോ മെറ്റൽസിന്റെ കേസിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എനർജി ബാൻഡ് ഗ്യാപ്പ് 0 ആണ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ദെൻ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇവിടെ ആൽഫ എന്നാണ് നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത്, ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ യൂണിറ്റ് 1/, ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി കെൽവിൻ ഇൻവേഴ്സ് ആയിരിക്കും. റൈറ്റ്. മെറ്റൽസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റൽസ് ഏതാണ്? ഏത് മെറ്റലിനാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത്? പലതരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാവ് ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി? ഏതിനാണ്? ഏത് മെറ്റലിനാണ് ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി ഉണ്ടാവുക? ഏതാണ്? സിൽവർ ആണ് അല്ലെ? സിൽവറിനാണ് ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി. ജിൻസി ആൻസർ സിൽവർ. റൈറ്റ്. സിൽവർ കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ അത് പ്രിഫർ ചെയ്യുന്നില്ല എന്ന് മാത്രം. സിൽവറിനാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത്. റൈറ്റ്. ദെൻ കംസ് കോപ്പർ. റൈറ്റ്. കോപ്പർ ആണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത്. സോ it is comparatively cheaper. Right. So the metal with the highest conductivity is silver. സെമികണ്ടക്ടറിലോട്ട് നമ്മൾ വന്നു. സെമികണ്ടക്ടറിൽ എനർജി ബാൻഡ് ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓർ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ഓഫ് സെമികണ്ടക്ടർ വിൽ ഡിക്രീസ്. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് ആണ് എന്ന് നമ്മൾ പറയും. റൈറ്റ്. എല്ലാ സെമി കണ്ടക്ടേഴ്സിലും നമുക്ക് എനർജി ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്, ഇ ജി ഉണ്ട്. ഇ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിന്റെ എഡ്ജും ബോട്ടം എഡ്ജും വാലൻസ് ബാൻഡിന്റെ ടോപ്പ് എഡ്ജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എനർജി ഗ്യാപ്പ്, ഇ ജി. അതിനെ നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നൊക്കെ വിളിക്കും. കാരണം ആ എനർജി ലെവൽസിലൊന്നും തന്നെ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇലക്ട്രോൺസ് ക്യാൻ എക്സിസ്റ്റ് ഐദർ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ഓർ ഇൻ ദ ബോട്ടം ലെവൽ ഓഫ് വാലൻസ് ബാൻഡ്. എനർജി ഗ്യാപ്പിൽ ഒരിക്കലും കാരിയേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എനർജി ലെവൽസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫോർബിഡൻ എന്ന് വിളിക്കും. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് സിലിക്കണും ജെർമേനിയും ആണ്. സിലിക്കന്റെ എനർജി ഗ്യാപ്പ് അറൌണ്ട് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇലക്ട്രോൺ വോൾട്ട്. റൈറ്റ്. എനർജി ഗ്യാപ്പ് ഓഫ് സിലിക്കൺ സെമി കണ്ടക്ടർ ഈസ് 1.1 ഇലക്ട്രോൺ വോൾട്ട്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ആണ് ജെർമേനിയം. റൈറ്റ്.
ഏതിനായിരിക്കും എനർജി ബാൻഡ് ഗ്യാപ്പ് കുറവ്? സിലിക്കൺ ആയിരിക്കോ ജർമ്മനി ആയിരിക്കോ? നമുക്കറിയാം ജർമ്മനിയാണ് വലിയ ആറ്റം അല്ലെ. ജർമ്മനിയത്തിന്റെ അറ്റോമിക് നമ്പർ 32 ആണ്, വലിയ ആറ്റം ആണ്. സോ ജർമ്മനിയം തെർമലി ലെസ് സ്റ്റേബിൾ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഇലക്ട്രോൺസിനെ നമുക്ക് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, എക്സൈറ്റ് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. സോ കമ്പാരിറ്റീവ്ലി ചെറിയ എനർജി ഗ്യാപ്പ് ആയിരിക്കും ജർമ്മനിയത്തിനുണ്ടാവുക. കാരണം സിലിക്കന്റെ അറ്റോമിക് നമ്പർ 14 ആണ്. സോ കമ്പാരിറ്റീവ്ലി ചെറിയ ആറ്റം ആണ്. അപ്പൊ ആറ്റത്തിന്റെ സൈസ് വലുതാവും തോറും ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസിന് ന്യൂക്ലിയസ് ആയിട്ടുള്ള അട്രാക്ഷൻ കുറവായിരിക്കും സൈസ് കൂടുന്തോറും. ജർമ്മനിയത്തിന്റെ സൈസ് കൂടുതലാണ്. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ബോണ്ടിങ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, അതിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. അതുകൊണ്ട് ജർമ്മനിയത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസിനെ, ഔട്ടർ ഷെൽ ഇലക്ട്രോൺസിനെ, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ആണ്. ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് നമുക്ക് ഈസി ആയിട്ട് ഫ്രീ ആക്കാൻ പറ്റും. ഫ്രീ ആക്കാന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം കമ്പാരിറ്റീവ്ലി കുറഞ്ഞ എനർജി ഗ്യാപ്പ് ആയിരിക്കും ജർമ്മനിയത്തിനുണ്ടാവുക. റൈറ്റ്. ജർമ്മനിയത്തിന് എനർജി ഗ്യാപ്പ് ഇൻ ദ ഓർഡർ ഓഫ് 0.76 ഇലക്ട്രോൺ വോൾട്ട് ആണ്. റൈറ്റ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും നമ്മൾ ഇലക്ട്രോൺ വോൾട്സ് എന്ന് പറഞ്ഞു. എന്താ ഒരു ഇലക്ട്രോൺ വോൾട്സ് എന്ന് പറയുന്നത്? 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു എത്ര ജൂൾസ് ആണ്? ഇലക്ട്രോണിന്റെ ചാർജ് നിങ്ങൾക്കറിയാം, 1.6 ഇൻറ്റു 10⁻⁻19 ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. കൂളംസ് ആണ് ഇതിന്റെ യൂണിറ്റ്. 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 മൾട്ടിപ്ലൈഡ് ബൈ 10⁻⁻19 ജൂൾസ് ആയിരിക്കും. അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. 1 ഇലക്ട്രോൺ വോൾട്ട്സ് ഈക്വൽ ടു 4 ഓപ്ഷൻസ് ഉണ്ടാവും. സോ 1.6 ഇൻറ്റു 10⁻⁻19 ദാറ്റ് ഇസ് എ ചാർജ് ഓഫ് ഇലക്ട്രോൺ തന്നെയാണ് അത്. അത്രയും ജൂൾസ് ആയിരിക്കും ഒരു ഇലക്ട്രോൺ വോൾട്ട്. അതിനുള്ള കാരണം ജൂൾസ് വലിയ യൂണിറ്റ് ആണ് എനർജിയുടെ. റൈറ്റ്. ഇത് ചെറിയ പാർട്ടിക്കിൾസ് ആണ്, ഇലക്ട്രോൺസും മോൾസും ഒക്കെ. അപ്പം അത് നമ്മൾ ചെറിയ പാർട്ടിക്കിൾ ആയതുകൊണ്ട് മൈന്യൂട്ട് എനർജി ആയിരിക്കും പ്രോസസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലാണ് അതൊക്കെ സ്പെസിഫൈ ചെയ്യാറ്. സോ 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾസ്. ദാറ്റ് മെനി ജൂൾസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു എനർജി ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിന് ഇൻ ദ ഓർഡർ ഓഫ് 1 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് പറഞ്ഞു. സിലിക്കണത് 1.1 ആണ്. നമ്മൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എനർജി ഗ്യാപ്പ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. റൈറ്റ്. ലെറ്റ്സ് സേ നമ്മൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഗാലിയം ആർസനൈഡ് GaAs ഉപയോഗിക്കുകയാണെങ്കിൽ, ഗാലിയം ആർസനൈഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ എനർജി ഗ്യാപ്പ് അറൌണ്ട് 2.5 ഇലക്ട്രോൺ വോൾട്ടിന് അടുത്ത് വരും അപ്രോക്സിമേറ്റ്ലി. അപ്പൊ നമുക്ക് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ കോമ്പൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എനർജി ബാൻഡ് ഗ്യാപ്പ് മാറ്റാൻ പറ്റും. റൈറ്റ്. അങ്ങനെ മാറ്റുന്നുണ്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിലൊക്കെ നമ്മൾ എനർജി ഗ്യാപ്പ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈറ്റ് ഔട്ട്പുട്ടിന്റെ കളേഴ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് ചെയ്യുന്ന വേവ്സിന്റെ വേവ് ലെങ്ത് പ്രൊപ്പോർഷണൽ ടു എനർജി ഗ്യാപ്പ് ആയിരിക്കും. റൈറ്റ്. അപ്പൊ എനർജി ഗ്യാപ്പ് മാറുന്ന സമയത്ത് വേവ് ലെങ്ത് നമുക്ക് മാറ്റാൻ പറ്റും. കളറിന്റെ ഡിഫറെന്റ് കളറിലോട്ട് നമുക്ക് പോകാൻ പറ്റും. റൈറ്റ്. സോ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ എനർജി ഗ്യാപ്പ് 2.5 വരെയൊക്കെ പോകാറുണ്ട്. സോ ജനറലി വിൽ സേ ദാറ്റ് ദ എനർജി ഗ്യാപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആർ ഇൻ ദ റേഞ്ച് ഓഫ് 1 ഇലക്ട്രോൺ വോൾട്ട്. റൈറ്റ്. And they are having negative temperature coefficient of resistance. Resistance will decrease as temperature increases. അതിന് കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന്റെ എനർജി കൂടും. സോ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് ഒരുപാട് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്തും. കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിനാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കണ്ടക്ഷൻ കൂടും. Effectively, resistance will decrease. So as temperature increases, the resistance or resistivity of a semiconductor will decrease. Right. Temperature കൂടുന്തോറും ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് വരുമ്പം ഇലക്ട്രോണിന്റെ ആബ്സെൻസ് ഉണ്ടാവും വാലൻസ് ബാൻഡിൽ. നമ്മളൊരു സർക്കിൾ ആയിട്ടാണ് കാണിക്കുക. അതിന് നമ്മൾ എന്ത് പറയും?
ഇവിടെ നേരത്തെ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിന്റെ ചാർജ് നിങ്ങൾക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ്. ആ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഇവിടുന്ന് മാറിയിട്ട് കണ്ടക്ഷൻ ബാൻഡിലെത്തി. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ. So absence of a negative charge can be treated as a positive charge. പോസിറ്റീവ് ചാർജ് എന്ന് വിളിക്കാം. അതിനെ നമ്മൾ എന്ത് പറയും? ഹോൾ എന്ന് പറയും. റൈറ്റ്. ഫിസിക്കലി ഹോൾ എന്ന് പുതിയൊരു പാർട്ടിക്കിൾ ഇല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. റൈറ്റ്. നെഗറ്റീവ് മാസും നെഗറ്റീവ് ചാർജും ഉള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഹോളിന്റെ മാസ് പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ചാർജ് പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. റൈറ്റ്. സോ an electron with a negative mass is called a hole, or a particle with a positive charge and positive mass. Right. അതിനെ നമ്മൾ ഹോൾ എന്ന് വിളിക്കും. Right. So as temperature increases, electrons വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് വാലൻസ് ബാൻഡിൽ ഒരാളും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആരാണ്? ഹോൾസ് ആണ്. അപ്പോൾ നമ്മൾ പറയും കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോവുകയാണെങ്കിൽ വാലൻസ് ബാൻഡിൽ ഒരു ഹോളും ഉണ്ടാവും എന്ന് പറയും. അപ്പം നമ്മൾ പറയും ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ പറയും. EHP, ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ്. എനർജി ബാൻഡ് ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞു വൈ ആക്സിസ് എനർജി ആണെന്ന് പറഞ്ഞു. എനർജി. അതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കണ്ടക്ഷൻ ബാൻഡില് മുകളിലോട്ട് പോകുന്തോറും ഇലക്ട്രോൺസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യും. റൈറ്റ്. സോ വൈ ആക്സിസിൽ മുകളിലോട്ട് പോകുന്തോറും ഇലക്ട്രോണിന്റെ എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. റൈറ്റ്. ഇലക്ട്രോൺസും ഹോൾസും ഓപ്പോസിറ്റ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് നിങ്ങൾക്കറിയാം. സോ വാലൻസ് ബാൻഡിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ഹോൾസിന്റെ എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. As we are moving from valence band top edge to the bottom edge of valence band, hole energy increases, electron energy decreases. As we are moving from top of the conduction band to the bottom of upper end of the conduction band, electron energy increases and holes energy decreases. Right. Valence band നകത്തോട്ട് പോകുന്തോറും നമുക്ക് ഹോൾസിന്റെ എനർജി കൂടി വരും. ഈ കണ്ടക്ഷൻ ബാൻഡിനകത്തോട്ട് പോകുന്തോറും ഇലക്ട്രോൺസിന്റെ എനർജിയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. റൈറ്റ്. ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ ഹാവിംഗ് ഓപ്പോസിറ്റ് ചാർജസ്. റൈറ്റ്. ദെൻ നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. Right, extrinsic semiconductors. നമ്മൾ പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. റൈറ്റ്. പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ? ഓപ്ഷൻസ് ഉണ്ടാവും. പ്യുവർ സെമി കണ്ടക്ടർ, ഡോപ്ഡ് സെമി കണ്ടക്ടർ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടാവും. കോമ്പൗണ്ട് സെമി കണ്ടക്ടർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവാം. സോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്യുവർ ഫോം ആണ്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. സിലിക്കൺ ആണെങ്കിൽ സിലിക്കൺ മാത്രം പ്യുവർ ഫോം ആണ്. ജർമ്മേനിയം ആണെങ്കിൽ ജർമ്മേനിയം മാത്രം പ്യുവർ ഫോം ആണ്. അതിനെ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കും. ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓപ്ഷൻ എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ N4 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, P4 നമ്പർ ഓഫ് ഹോൾസ് ആണ്. അല്ലെ? നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഹോൾ പെയർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തേ പറ്റുള്ളൂ. ടെമ്പറേച്ചർ അക്വയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന്റെ എനർജി കൂടും. അത് ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി ആവുന്ന സമയത്ത് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഫ്രീ ആണെന്ന് നമ്മൾ പറയും. ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് കണ്ടക്ഷൻ ബാൻഡ്. റൈറ്റ്. അപ്പം എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ടോ അത്രയും ഹോൾസും ഉണ്ടായിട്ടുണ്ടാവും. ബിക്കോസ് ദേ ആർ ജനറേറ്റിംഗ് ആസ് പെയേഴ്സ്. ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഏത് സെമി കണ്ടക്ടറിൽ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. റൈറ്റ്. ഡോപ്ഡ് സെമി കണ്ടക്ടറിൽ അങ്ങനെ ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അവിടെ നമ്മൾ ഇമ്പ്യൂരിറ്റി ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഇമ്പ്യൂരിറ്റിയും ഓരോ ഇലക്ട്രോണിനെയോ ഓരോ ഹോൾസിനോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു.
റൈറ്റ്. അപ്പൊ അവിടെ എക്സസ് ഇലക്ട്രോൺസോ എക്സസ് ഹോൾസോ ഒക്കെ ഉണ്ടാവാം. ബട്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ നമ്പർ ഓഫ് ഹോൾസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഹോളിന്റെ എണ്ണവും ഇലക്ട്രോൺ എണ്ണവും ഈക്വൽ ആയിരിക്കും. ഹോൾസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം നമ്പർ നമ്മൾ സ്പെസിഫൈ ചെയ്യുക പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് സാധാരണ ചെയ്യാറ്. റൈറ്റ്. നമ്പർ ഓഫ് ഹോൾസ് പെർ സെന്റിമീറ്റർ ക്യൂബ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ സെന്റിമീറ്റർ ക്യൂബ്. റൈറ്റ്. അതിന്റെ കൂടെ നമ്മൾ ഒരു ലോ പറഞ്ഞായിരുന്നു, മാസ് ആക്ഷൻ ലോ. ലാസ്റ്റ് ക്ലാസ്സിൽ മാസ് ആക്ഷൻ ലോ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. മാസ് ആക്ഷൻ ലോ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആയിരുന്നു. എന്തായിരുന്നു? പ്രൊഡക്റ്റ് ആയിരുന്നു അല്ലേ? ഇലക്ട്രോൺസിന്റെയും ഹോളിന്റെയും പ്രൊഡക്റ്റ് ഒരു കോൺസ്റ്റന്റിന് ഈക്വലന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് NI-യുടെ സ്ക്വയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. NI എന്താന്ന് പറഞ്ഞു? NI എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു. ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണെന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ കൂടുന്തോറും നിങ്ങൾക്കറിയാം ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും, ഒപ്പം തന്നെ ഹോൾസിന്റെ എണ്ണവും കൂടും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ രണ്ടിന്റെ എണ്ണം കൂടും. റൈറ്റ്. ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ എണ്ണം കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്തോറും ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ എണ്ണം കൂടുന്നതുകൊണ്ട് അതിന്റെ പ്രൊഡക്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതിന്റെ പ്രൊഡക്റ്റ് കൂടുമ്പം NI സ്ക്വയറും കൂടണം. സോ NI ഓൾസോ ഷുഡ് ഇൻക്രീസ്. അതുകൊണ്ട് NI increases as temperature increases. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ NI is increased as temperature increased. Right. And that product is always equal to NI square. അതിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ സെമി കണ്ടക്ടറിന്റെ എല്ലാ പാർട്ടും സെയിം ടെമ്പറേച്ചറിലായിരിക്കണം. റൈറ്റ്. ആ സെമി കണ്ടക്ടറിന്റെ കോൺസെൻട്രേഷൻ, അറ്റോമിക് ഡെൻസിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസിന്റെ എണ്ണം എല്ലാ പാർട്ടിലും യൂണിഫോം ആയിരിക്കണം. റൈറ്റ്. എല്ലാ പാർട്ടിലും സെയിം ടെമ്പറേച്ചർ ആയിരിക്കണം. അതിന്റെ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കണം ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് N × P = NI square എന്ന് പറയാൻ പറ്റുള്ളൂ. And that NI square is different for different temperatures. അത് ഒബ്വിയസ് ആണ്. N-ഉം P-യും ഡിഫറെന്റ് ആയിരിക്കും ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ. അതുകൊണ്ട് NI-യും ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ ജസ്റ്റ് ഒരു ഓർഡറും കൂടെ നമ്മൾ പറഞ്ഞു. സിലിക്കന്റെ കേസിൽ NI-യുടെ വാല്യൂ 1.5 into 10⁻10, that many numbers per centimeter cube. Right. അപ്പൊ N × P = NI square ആണെങ്കിൽ ഇൻട്രിൻസിക്കിന്റെ കേസിൽ നമുക്ക് പറയാം N = NI എന്ന് പറയാം അല്ലേ? P is also equal to NI എന്ന് പറയാം. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. In an intrinsic semiconductor or pure semiconductor, number of holes is equal to NI square by 2, NI square by 3 equal to NI. Right? Number of holes is equal to NI itself. Number of electrons is equal to again NI itself, because N × P is always equal to NI square, and both N and P are same in the case of intrinsic semiconductors. So intrinsic semiconductor number of electrons is equal to intrinsic carrier concentration NI. Number of holes also equal to NI. അത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. റൈറ്റ്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് പറഞ്ഞായിരുന്നു. ഇൻസുലേറ്റേഴ്സിൽ എനർജി ബാൻഡ് ഗ്യാപ്പ് കൂടുതലാണെന്ന് പറഞ്ഞു. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ആണ്, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ആണ് സിലിക്കൺ ഡയോക്സൈഡ്, SiO2, സിലിക്കൺ ഡയോക്സൈഡ്. അതിന്റെ എനർജി ഗ്യാപ്പ് ഇൻ ദ ഓർഡർ ഓഫ് 9 ഇലക്ട്രോൺ വോൾട്ട് ആണ്. വേറെ ഇൻസുലേറ്റർ ആണ് നമ്മൾ പല ആപ്ലിക്കേഷനിലും ഉപയോഗിക്കുന്ന പവർ ഡിവൈസസിലൊക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ആണ് മൈക്കയുടെ എനർജി ഗ്യാപ്പ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് EG ഇൻ ദ ഓർഡർ ഓഫ് 8 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആ കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. റൈറ്റ്. അതിന്റെ കൂടെ തന്നെ ഒരു ഇൻസുലേറ്ററിന് ഐഡിയലി ബാൻഡ് ഗ്യാപ്പ് എത്രയായിരിക്കണം? ദ എനർജി ബാൻഡ് ഗ്യാപ്പ്
ഓഫ് എൻ ഐഡിയൽ ഇൻസുലേറ്റർ വിൽ ബി, എന്താ നിങ്ങൾ ആൻസർ ചെയ്യാം? ഐഡിയൽ എത്രയായിരിക്കണം? ഇൻഫിനിറ്റ് ആയിരിക്കണം അല്ലെ. ഒരിക്കലും ഒരു ഇലക്ട്രോൺ പോലും എവിടെ എത്താൻ പാടില്ല? കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പാടില്ല. നമ്മൾ എത്ര എനർജി സപ്ലൈ ചെയ്താലും, എത്ര ടെമ്പറേച്ചർ കൊടുത്താലും, എത്ര ഹീറ്റ് ചെയ്താലും ഒരു ഇലക്ട്രോൺ പോലും എവിടെ എത്താൻ പാടില്ല? കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പാടില്ല ഐഡിയലി. സോ an ideal insulator will have infinite energy gap. But this is in the order of 9 or 8 or 10. സാധാരണ ഇൻസുലേറ്റേഴ്സ് നമ്മൾ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻസുലേറ്റേഴ്സിനൊക്കെ അത് ഏതാണ്ട് 8, 9, 10 റേഞ്ചിലാണ് വരുന്നത്. റൈറ്റ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇൻസുലേറ്റേഴ്സിന്റെ ടെമ്പറേച്ചർക്ക് ആവശ്യമുള്ള റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞത് സെയിം ആസ് സെമി കണ്ടക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. നെഗറ്റീവ് ടെമ്പറേച്ചർക്ക് ആവശ്യമുള്ള റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഇൻസുലേറ്ററിന്റെയും സെമി കണ്ടക്ടറിന്റെയും ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. ദാറ്റ് ഇംപ്ലൈസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ഓഫ് ബോത്ത് സെമി കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ വിൽ ഡിക്രീസ്. റൈറ്റ്. മെറ്റൽസിന് മാത്രം അത് ഇൻക്രീസ് ചെയ്യും, ബാക്കി രണ്ട് കേസിലും അത് ഡിക്രീസ് ചെയ്യും നമ്മൾ പറഞ്ഞു. റൈറ്റ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്മൾ വന്നപ്പം നമ്മൾ ഡോപ്പിംഗ് എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു. ഡോപ്പിംഗ് നമ്മൾ ഒരു പ്യുവർ സെമി കണ്ടക്ടറിനെ ഇംപ്യൂർ ആക്കുകയാണ്, ഡിസ്ട്രോയ് ചെയ്യാണ് അതിനെ. റൈറ്റ്. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തുകൊണ്ട്. റൈറ്റ്. സിലിക്കണും ജർമ്മനിയൊക്കെ വാലൻസി 4 ആണെന്ന് നമ്മൾ പറഞ്ഞു. സിലിക്കണും ജർമ്മനിയൊക്കെ 4th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അതിന്റെ വാലൻസി 4 ആണ്. ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അതിലോട്ട് നമുക്ക് നെക്സ്റ്റ് ഹയർ ഗ്രൂപ്പിലെ പെന്റാവലൻ ഗ്രൂപ്പിലെ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാം. റൈറ്റ്. ഓർ തൊട്ട് താഴത്തെ ഗ്രൂപ്പിലെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാം. റൈറ്റ്. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് മാറും നമ്മൾ പറഞ്ഞു. റൈറ്റ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മൾ എത്ര ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നോ അത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും. റൈറ്റ്. സോ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ അതിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാം. അതിന് കാരണം അതിലുള്ള കാരിയർ ഫ്രീ ഇലക്ട്രോൺ ആയിരിക്കും. ഓരോ ഇമ്പ്യൂരിറ്റിയും നമുക്കറിയാം ഓരോ ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഓരോ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. റൈറ്റ്. അപ്പം പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ 4th ഗ്രൂപ്പ് എലമെന്റിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയെ നമ്മളൊരു പേര് വിളിക്കും. എന്താണ്? ഡോണർ എന്ന് വിളിക്കും അല്ലെ. എന്തുകൊണ്ടാ? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു സിലിക്കന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിലോട്ട്. എക്സ്ട്രാ ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ ഡോണർ എന്ന് വിളിക്കും. അപ്പൊ അത് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയാണ് അല്ലെ, കൊടുക്കുകയാണ്. അപ്പൊ ഇലക്ട്രോണിന്റെ ചാർജ് നിങ്ങൾക്കറിയാം നെഗറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുമ്പം ആറ്റത്തിന്റെ ചാർജ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. അപ്പം ഓരോ ഡോണർ ആറ്റവും പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറും. പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറും. ബിക്കോസ് ആ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് സ്ട്രക്ചറിലോട്ട്. അയാൾക്ക് ഇലക്ട്രോണെ നഷ്ടപ്പെടുകയാണ്. നെഗറ്റീവ് ചാർജിന്റെ ആബ്സെൻസ് നമുക്കൊരു പോസിറ്റീവ് ചാർജ് ആയിട്ട് പറയാം. അപ്പം അതിന്റെ ആറ്റം നെറ്റ് പോസിറ്റീവ് ചാർജ് ഗെയിൻ ചെയ്യും. അപ്പൊ ഇവിടെ പലപ്പോഴായിട്ട് കുട്ടികൾ തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കുമോ അതോ ബയസ്ഡ് ആയിരിക്കുമോ? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണോ അതോ ബയസ്ഡ് ആണോ? എന്തായിരിക്കും? നിങ്ങളെ കോമൺ സെൻസ് ഉപയോഗിക്കുക. ഒരു പ്യുവർ സെമി കണ്ടക്ടർ സിലിക്കൺ സെമി കണ്ടക്ടർ ആണെങ്കിൽ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും, എന്നാൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ബിസ്മത്ത് ഉപയോഗിക്കാം, ആന്റിമണി ഉപയോഗിക്കാം, ആർസെനിക് ഉപയോഗിക്കാം, ഫോസ്ഫറസ് ഉപയോഗിക്കാം. അതൊക്കെ പെന്റാവാലന്റ് മെറ്റീരിയൽസ് ആണ്. അതിന്റെ വാലൻസി 5 ആണ്. റൈറ്റ്. അപ്പൊ നമ്മൾ ബിസ്മത്ത്, ആന്റിമണി, ആർസെനിക്, ഫോസ്ഫറസ് ഇൻഡിവിജ്വൽ ആയിട്ട് ആ മെറ്റീരിയൽസിനെ നോക്കുന്ന സമയത്ത് അതൊക്കെ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും അല്ലെ. സിലിക്കണും ന്യൂട്രൽ ആണ്. അപ്പൊ നമ്മൾ ആർസെനിക്കും അല്ലെങ്കിൽ ആന്റിമണിയും അല്ലെങ്കിൽ ഫോസ്ഫറസും ബിസ്മത്തും സിലിക്കണായിട്ട് ഏതെങ്കിലും ഒരെണ്ണം മിക്സ് ചെയ്യുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു ആറ്റം മിക്സ് ചെയ്യുന്ന സമയത്ത്
സിലിക്കൺ ഓൾറെഡി ന്യൂട്രൽ ആണ്. ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി എന്തായിരുന്നു? നേരത്തെ ന്യൂട്രൽ ആയിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് അതും എന്തായിരിക്കും? ന്യൂട്രൽ തന്നെയായിരിക്കും. സോ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ആ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അവിടെ എന്തുണ്ട്? പോസിറ്റീവ് ഇമ്പ്യൂരിറ്റി അയോൺസ് ഉണ്ട്. സോ N as well as P type semiconductors are electrically neutral. Intrinsic semiconductor എന്താണ്? Electrically neutral ആണ്. Right? Both intrinsic and extrinsic semiconductors are electrically neutral. മറക്കരുത്, ഓർത്തിരിക്കുക. സിമ്പിൾ ലോജിക് ആണ്. ആഡ് ചെയ്യുന്ന കമ്പോണൻസ് ന്യൂട്രൽ ആണ്. നമ്മുടെ ബേസ് മെറ്റീരിയൽ ആയിട്ടുള്ള സിലിക്കൺ ഓർ ജെർമേനിയം എന്താണ്? ന്യൂട്രൽ ആണ്. അപ്പം ആ കോമ്പൗണ്ടും ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യില്ല. റൈറ്റ്. അപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എത്ര ഡോണേഴ്സ് ഉണ്ടോ, ഡോണേഴ്സിനെ നമ്മൾ ശ്രദ്ധിക്കണം, ND എന്നാണ് പറയുക, നമ്പർ ഓഫ് ഡോണേഴ്സ്. N ഫോർ നമ്പർ, D ഫോർ ഡോണർ. സോ നമ്പർ ഓഫ് ഡോണേഴ്സ് എത്രയുണ്ടോ അത്രയും ഇലക്ട്രോൺസ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഓരോ ഡോണറും ഓരോ ഇമ്പ്യൂരിറ്റിയും ഓരോ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയും ഒരു ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് സെയിം ആസ് നമ്പർ ഓഫ് ഡോണേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഡോപ്പിങ്ങിന് എന്ത് വിളിച്ചത്? കൺട്രോൾഡ് അഡീഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞത് അല്ലെ. നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ കണ്ടക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ അത്രയും ഡോണേഴ്സിനെ നമുക്ക് സിലിക്കൺ ഓർ ജെർമേനിയം മെറ്റീരിയലിലോട്ട് കൊണ്ടുവന്നാൽ മതി. റൈറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോൾഡ് അഡീഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആണ് എന്ത് പറയുന്നത്? ഡോപ്പിംഗ്. അപ്പൊ അങ്ങനെ കൺട്രോൾഡ് അഡീഷൻ ആയതുകൊണ്ട് ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടറിന്റെ N ആയാലും P ആയാലും കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് നമുക്ക് നേരത്തെ വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം. ഇത്ര കണ്ടക്ടിവിറ്റി ഉള്ള സെമി കണ്ടക്ടർ വേണം, ഡോപ്ഡ് സെമി കണ്ടക്ടർ വേണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള നമ്പേഴ്സ് നമുക്കറിയാൻ പറ്റും. അത്രയും ഡോണേഴ്സ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ കണ്ടക്ടിവിറ്റി ആ മെറ്റീരിയൽ നമുക്ക് തരുന്നുണ്ടാവും. റൈറ്റ്. സോ ഇറ്റ്സ് എ കൺട്രോൾഡ് അഡീഷൻ ഓഫ് ഇമ്പ്യൂരിറ്റി. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് അഡീഷൻ ഓഫ് ഇമ്പ്യൂരിറ്റി ആണ്. റൈറ്റ്. സോ അയോൺസിനെ നമ്മൾ, ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ ഡോണേഴ്സ് എന്നാണ് വിളിക്കുക. N ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ ചാർജ്, ഡോണേഴ്സിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും, ബിക്കോസ് ദേ ആർ ഡൊണേറ്റിംഗ് 1 ഇലക്ട്രോൺ ടു ദ സ്ട്രക്ചർ, ക്രിസ്റ്റൽ സ്ട്രക്ചർ. ആൻഡ് എത്ര ഡോണേഴ്സ് ഉണ്ടോ അത്രയും ഇലക്ട്രോൺസ് ഉണ്ടാവും നമ്മൾ പറയും. ആ ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിട്ടുണ്ടാവില്ല, ഫ്രീ ടു മൂവ് ആയിരിക്കും. അപ്പം അതിനെ നമുക്ക് കണ്ടക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ 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 കുറഞ്ഞ എനർജി മതിയാവും. റൂം ടെമ്പറേച്ചർ പോലും ആവശ്യം ഉണ്ടാവില്ല. അതിനേക്കാളും താഴ്ത്തി വെച്ചാലും അത് കണ്ടക്ട് ചെയ്തോളും, ബിക്കോസ് അതിന് വളരെ ചെറിയ ടെമ്പറേച്ചർ മാത്രം മതി മൂവ് ചെയ്യാൻ. ഇറ്റ്സ് ഓൾറെഡി ഫ്രീ ആണ്. റൈറ്റ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, ഈ കേസിൽ N ടൈപ്പ് സെമി കണ്ടക്ടർ കുറച്ചും കൂടെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എപ്പോൾ ഹീറ്റ് ചെയ്താലും കോവാലന്റ് ബോണ്ടെന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസ് പുറത്തോട്ട് വരും. അത്രയും ഹോൾസും ഉണ്ടാവും നമുക്കറിയാം. അപ്പൊ എപ്പോൾ ഹീറ്റ് ചെയ്താലും ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. റൈറ്റ്. അപ്പൊ നേരത്തെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ND ഇലക്ട്രോൺസ് ആയിരുന്നു. റൈറ്റ്. പ്ലസ് പുതിയ ഇലക്ട്രോൺസ് ഉണ്ടാവും. റൈറ്റ്. അതിന്റെ കൂടെ തന്നെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഹോൾസും കൂടി ഉണ്ടാവും. റൈറ്റ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇലക്ട്രോൺസിന്റെ എണ്ണം നേരത്തെ ഒരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ടായിരുന്നു, ND ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും N കൂടുകയുള്ളൂ. നേരത്തെ Pയുടെ വാല്യൂ എന്തായിരുന്നു? 0 ആയിരുന്നു. റൈറ്റ്. എന്താ 0 ആവാൻ കാര്യം? കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഹോൾസ് ഉണ്ടായിരുന്നില്ല. സോറി, ബാലൻസ് ബാൻഡിൽ ഫ്രീ ആയിട്ടുള്ള ഹോൾസ് ഉണ്ടായിരുന്നില്ല. കാരണം ബോണ്ട് ബ്രേക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഡൊണേറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഇലക്ട്രോണിനെ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബാലൻസ് ബാൻഡിലെ ഹോൾസിന്റെ എണ്ണം 0 ആയിരുന്നു. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ഹോൾസിന്റെ എണ്ണം കൂടാൻ തുടങ്ങും, സെയിം ആസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ എങ്ങനെ നോക്കിയാലും, ഏത് ടെമ്പറേച്ചറിൽ നോക്കിയാലും ഏതിന്റെ എണ്ണ ആയിരിക്കും N ടൈപ്പ് സെമി കണ്ടക്ടറിൽ കൂടുതൽ? ഇലക്ട്രോൺസിന്റെ എണ്ണ ആയിരിക്കും കൂടുതൽ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയും? N ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്?
മെജോറിറ്റി, ഏറ്റവും കൂടുതൽ ആരായിരിക്കും? മെജോറിറ്റി കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, എന്ത് വിളിക്കുന്നു? ഡോണർ എന്നാണ് വിളിക്കുക ഇമ്പ്യൂരിറ്റിയെ. റൈറ്റ്. അതൊരു ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നു, അതിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ബിസ്മത്ത്, ആന്റിമണി, ആർസെനിക്, ഫോസ്ഫറസ്. അതായത് ജർമ്മനിയത്തിലോട്ട് ഫോസ്ഫറസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ എന്തായിരിക്കും എന്ന് ചോദിക്കും. ഏത് മെറ്റീരിയലാണ് കിട്ടുക? എൻ ടൈപ്പ് ആണ്. റൈറ്റ്. എൻ ഫോർ ഇലക്ട്രോൺസ് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രോൺസ് എന്ന് ഓർത്തിരിക്കാം. So n-type semiconductor will give you number of electrons, and that number is same as number of donors. പിന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് എക്സസ് ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടാവും. അത് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ഏത് ടെമ്പറേച്ചറിൽ നോക്കിയാലും എപ്പോഴും ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും. റൈറ്റ്. അപ്പോൾ നമ്മൾ ഐഡിയലി പറയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡോണേഴ്സ് ഇൻ n-type semiconductor. അപ്പൊ നമ്പർ ഓഫ് ഹോൾസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഹോൾസ് വളരെ വളരെ കുറച്ച് ഹോൾസ് ഉണ്ടാവും. റൈറ്റ്. വളരെ വളരെ കുറച്ച് ഹോൾസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് കുറച്ച് ഹോൾസ് ഉണ്ടാവും? കാര്യം വളരെ കുറവായിരിക്കും. ബിക്കോസ് ഏത് സെമി കണ്ടക്ടർ ആണെങ്കിലും, ഡോപ്ഡ് ആണെങ്കിലും അൺഡോപ്ഡ് ആണെങ്കിലും, യൂണിഫോം ടെമ്പറേച്ചർ ആണെങ്കിൽ പ്രൊഡക്റ്റ് എന്തായിരിക്കണം? n ഇൻറ്റു പി ഷുഡ് ബി ഈക്വൽ ടു ni സ്ക്വയർ ആയിരിക്കണം. റൈറ്റ്. അപ്പൊ പി എന്തായിരിക്കും? n എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്പർ ഓഫ് ഡോണേഴ്സ് ആണെന്ന് പറഞ്ഞു. സോ പി ഈക്വൽ ടു ni സ്ക്വയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡോണേഴ്സ്. റൈറ്റ്. അത് വളരെ കുറവായിരിക്കും കമ്പയർ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. പി ഈക്വൽ ടു niയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു 1.5 ഇൻറ്റു 10^10 എന്ന് പറഞ്ഞു. അതിന്റെ സ്ക്വയർ എടുക്കണം. ഡോപ്പിംഗ് നമ്മൾ പറഞ്ഞു നോർമലി ഡോപ്പിംഗ് 10^14, 10^15 ഓർ 10^16 ഓർഡറിലായിരിക്കും. അപ്പോൾ നമ്മളൊരു 10^15 എടുക്കുകയാണെങ്കിൽ 10^15 ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ 10^15 അത് വളരെ കുറവായിരിക്കും. ni സ്ക്വയർ ചെയ്യുമ്പം അറൗണ്ട് ഇൻ ദ ഓർഡർ ഓഫ് 10^20 ആയിരിക്കും. ഡിവൈഡ് ബൈ 10^15. ഏറ്റവും ലീസ്റ്റ് എടുക്കുകയാണെങ്കിൽ 10^15 എടുക്കുകയാണെങ്കിൽ പോലും എത്ര ഉണ്ടാവുള്ളൂ? 10^5 നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? n എത്ര ഉണ്ടാവും? സെയിം ആസ് മൈ nd. nd എത്രയാണ്? 10^15 ആണ് അല്ലേ? 10^15. So number of electrons is always very very greater than number of holes in n-type semiconductor. Right. അത്രയും കാര്യങ്ങളെ n-type or intrinsic semiconductor plus metals എന്ന് വരുള്ളൂ. അത് നിങ്ങൾ ഓർത്തിരിക്കാം. റൈറ്റ്. ലോജിക്കലി ഓർത്തിരിക്കുക. ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ കൺഫ്യൂസ്ഡ് ആവും, മറന്നു പോകും. അപ്പോൾ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഓർത്തിരിക്കുക. റൈറ്റ്. സിമിലർലി പി ടൈപ്പ് സെമികണ്ടക്ടർ ആണെങ്കിൽ ജസ്റ്റ് ഇൻവേഴ്സ് ആണ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. റൈറ്റ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് കാണിച്ചിട്ടുണ്ട്. ബോറോൺ, ഗാലിയം, ഇൻഡിയം ആൻഡ് അലുമിനിയം. പെൻഡാവാലന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, അതിന്റെ കൂടെ ബിസ്മത്തും കൂടെയുണ്ട്. പി ടൈപ്പ് ആണെങ്കിൽ നമുക്കറിയാം ഹോൾസിന്റെ എണ്ണം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്പർ ഓഫ് അക്സെപ്റ്റേഴ്സ് ആയിരിക്കും. റൈറ്റ്. അക്സെപ്റ്റേഴ്സ് എന്ന് പറയാൻ കാര്യം നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് 4th ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. റൈറ്റ്. അപ്പം സിലിക്കൺ ആണ് ബേസ് മെറ്റീരിയൽ. സിലിക്കണ് 4 വാലൻസിയാണ്. അപ്പം അത് 4 നൈബറിംഗ് സിലിക്കൺ ആറ്റമായിട്ടാണ് അത് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ടാവുക. റൈറ്റ്. അപ്പം സിലിക്കണിന്റെ സറൗണ്ടിങ്ങിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ബോറോൺ വരുന്ന സമയത്ത് അതിന്റെ വാലൻസി 3 ആണ്. അപ്പോൾ ഒരു ബോണ്ട്, കോവലന്റ് ബോണ്ട് ഓപ്പൺ ആയിരിക്കും. അതിൽ ഇലക്ട്രോണിന്റെ ആബ്സെൻസ് ഉണ്ടാവും. റൈറ്റ്. ഇലക്ട്രോണിന്റെ ആബ്സെൻസിന് നമ്മൾ പോസിറ്റീവ് ചാർജ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനെ ഹോൾസ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. റൈറ്റ്. അപ്പൊ ആ ഹോളിലോട്ട് ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ എവിടുന്ന് വേണമെങ്കിലും ഇലക്ട്രോണിന് വരാം. റൈറ്റ്. ഇവിടെ ഒരു ഹോൾ വേക്കൻസി ഉണ്ടായിരുന്നു, ഇലക്ട്രോൺ അവിടെ വന്നിരിക്കാം.
ഈ ഇലക്ട്രോൺ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ അത് വേക്കൻ്റ് ആയിട്ട് മാറും. അപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺ ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വേക്കൻസി വരും. അതായത് ഒരു പോസിറ്റീവ് ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് അവിടെ നടക്കും ടു ഫിൽ ദ വേക്കൻസി. റൈറ്റ്. അപ്പോൾ നമുക്ക് പറയാം അത് ഒരു ഹോൾ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. റൈറ്റ്. എത്ര ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഉണ്ടോ അത്രയും വേക്കൻസീസ് ഉണ്ടാവും. അപ്പോൾ അത്രയും പോസിറ്റീവ് ചാർജസിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അത്രയും പോസിറ്റീവ് ചാർജസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. റൈറ്റ്. അപ്പം നമ്മളുടെ സ്ട്രക്ചർ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. റൈറ്റ്. ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആക്സെപ്റ്റേഴ്സ് എന്ന് വിളിക്കാം. ആക്സെപ്റ്റേഴ്സ്. റൈറ്റ്. അപ്പൊ ആക്സെപ്റ്റേഴ്സിന്റെ ചാർജ് എന്തായിരിക്കും? ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ് അത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. നെഗറ്റീവ് അയോൺസ്. അപ്പൊ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡോപ്പൻസ്, ഇമ്പ്യൂരിറ്റീസിന്റെ വേറൊരു പേരാണ് ഡോപ്പൻസ്, ഡോപ്പ് ചെയ്യുന്ന ആറ്റംസ്, ഡോപ്പൻസ്, അതിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. Because they are accepting a negative charge, so the net charge of that impurity atom will be negative. അതിന് നമ്മൾ acceptors എന്ന് വിളിക്കും. And P approximately equal to number of acceptors. ഓരോ acceptorഉം ഓരോ impurity ആണ്. ഓരോ impurityയും ഓരോ ഹോളിന് ഈക്വലന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് ഓരോ ഹോളിന് അത് കൺട്രിബ്യൂട്ട് ചെയ്യും. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ എഴുതുകയാണെങ്കിൽ യൂസിങ് മാസ് ആക്ഷനിലോ എഴുതുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഈക്വൽ ടു, നമുക്കറിയാം n ഇൻറ്റു പി ഈക്വൽ ടു ni സ്ക്വയർ ആയിരുന്നു. റൈറ്റ്. പി എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്പർ ഓഫ് ആക്സെപ്റ്റേഴ്സ് ആണ്. n മൾട്ടിപ്ലൈഡ് ബൈ na, that's equal to ni square. So number of holes is equal to n is equal to ni square divided by na. അതും ഇൻ ദ ഓർഡർ ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻ ദ ഓർഡർ ഓഫ് 5 ആയിരിക്കും. 10 പവർ 5 ആയിരിക്കും. വളരെ കുറവായിരിക്കും. റൈറ്റ്. സോ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ മെജോറിറ്റി കാരിയേഴ്സ് ആരായിരിക്കും? ഹോൾസ് ആയിരിക്കും. റൈറ്റ്. മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. മെജോറിറ്റി ഹോൾസ് ആയിരിക്കും. അഗെയിൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ ന്യൂട്രൽ തന്നെയായിരിക്കും കേട്ടോ, മാറ്റമൊന്നും ഉണ്ടാവില്ല. റൈറ്റ്. പോസിറ്റീവ് ചാർജസ് ഉണ്ട്, ബട്ട് അയോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ദേ ബിക്കെയിം ന്യൂട്രൽ. സോ ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് എല്ലാം തന്നെ ന്യൂട്രൽ ആണ്. ആ കാര്യം നിങ്ങൾ മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാര്യം നമ്മൾ പറഞ്ഞു. പി ടൈപ്പ് ആണെങ്കിൽ ഹോൾസ് മെജോറിറ്റി ആണ്. എൻ ടൈപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺസ് മെജോറിറ്റി ആണ്. മൈനോറിറ്റി ആണെങ്കിൽ എൻ ടൈപ്പില് ഹോൾസ് ആണ് മൈനോറിറ്റി. പി ടൈപ്പില് ഇലക്ട്രോൺസ് ആണ് മൈനോറിറ്റി. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. റൈറ്റ്. അതിൽ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫെർമി എനർജി ലെവലിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഫെർമി ലെവൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇലക്ട്രോണിക്സിന്റെ ഒരു സബ്ജക്റ്റ് ആണ്. സോ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് അതിന്റെ ആവശ്യമില്ല. എങ്കിലും ഡയറക്റ്റ് ആയിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫെർമി ലെവൽ, ഫെർമി എനർജി ലെവൽ എന്താണെന്ന് മാത്രം പറയുന്നു. ഫെർമി എനർജി ലെവൽ ഓർ സിംപ്ലി ഫെർമി ലെവൽ ഇസ് ദ എനർജി ലെവൽ. ഇറ്റ്സ് എ പെർട്ടിക്കുലർ എനർജി ലെവൽ. ഒരു പ്രത്യേക എനർജി ലെവലാണ് അറ്റ് വിച്ച് the probability of occupancy by an electron is 50%. ആ നമ്പർ മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ്. ഫെർമി ലെവൽ എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ എനർജി ലെവലാണ്. നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഒരുപാട് എനർജി ലെവൽസ് ഉള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും. റൈറ്റ്. ആ ഒരുപാട് എനർജി ലെവൽസ് ഉള്ള സ്ട്രക്ചറിൽ നമ്മൾ ഫെർമി ലെവലിൽ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി മാത്രമാണ് കേട്ടോ, പ്രോബബിലിറ്റി 50% ആയിരിക്കും. റൈറ്റ്. ഇലക്ട്രോൺ ആ എനർജി ലെവലിൽ കാണാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ എനർജി ലെവൽ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 50% ആയിരിക്കും, പകുതിയായിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ വേണമെങ്കിൽ ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ, പ്യുവർ സെമി കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടായിരുന്നു, വാലൻസ് ബാൻഡ് ഉണ്ടായിരുന്നു, EC, EV. ഇപ്പൊ നോർമലി കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടാവില്ല. എല്ലാ ഇലക്ട്രോൺസും വാലൻസ് ബാൻഡിനകത്തായിരിക്കും, ബോണ്ടിങ്ങിലായിരിക്കും. അപ്പൊ ഇതിൽ 50% കാണാനുള്ള പ്രോബബിലിറ്റി എക്സാക്ട്ലി മിഡിലായിരിക്കും ഫെർമി ലെവൽ. അതിന് പ്രൂഫ് ഒക്കെ ഉണ്ട്, പക്ഷേ പ്രൂഫിലോട്ട് നമ്മൾ തൽക്കാലം പോകേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ, ഡയറക്റ്റ് അല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ.
സോ 50% ആണെന്ന് ഓർക്കുക. ഇൻട്രിൻസിക് ഫെർമി ലെവലിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ ഫെർമി എനർജി ലെവല് എനർജി ബാൻഡ് ഗ്യാപ്പിന്റെ മിഡിലാണ് കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ദിസ് ഈസ് എനർജി ഗ്യാപ്പ്. അതിന്റെ മിഡിലായിരിക്കും ഫെർമി ലെവൽ. കാരണം എല്ലാ ഇലക്ട്രോൺസും ഇവിടെ ഉണ്ടാവുക നോർമലി, ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ 50% പ്രോബബിലിറ്റി എന്ന് പറഞ്ഞതിന്റെ മിഡിലായിരിക്കും. നേരെ തിരിച്ച് നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിൽ ഒന്ന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ഷൻ ബാൻഡ് എഡ്ജ് ഉണ്ടാവും, വാലൻസ് ബാൻഡ് എഡ്ജിന്റെ ടോപ്പ് ഉണ്ടാവും. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ ഡോണേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട്. അപ്പോൾ നമുക്കറിയാം ഓരോ ഡോണേഴ്സും ഓരോ ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് ഓൾമോസ്റ്റ് ഫ്രീ ആണ്. കണ്ടക്ഷൻ ബാൻഡിൽ എത്താനുള്ള എനർജി ഓൾമോസ്റ്റ് ഉണ്ട്, വളരെ ചെറിയൊരു എനർജിയും കൂടെ മതി. അപ്പം ഡോണറിന്റെ ലെവല് ഇവിടെയായിരിക്കും. ദിസ് ഈസ് ദ ലെവൽ, എനർജി ലെവൽ കറസ്പോണ്ടിങ് ടു ഡോണർ. അപ്പോൾ ഇവിടെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം. സാറ് നേരത്തെ പറഞ്ഞു എനർജി ബാൻഡ് ഗ്യാപ്പിലുള്ള ലെവൽസ് ഒന്നും ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഡോണറിന്റെ ലെവൽ ഇവിടെയായിട്ട് കാണിച്ചിട്ടുണ്ട്. പുതുതായിട്ട് ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എല്ലാത്തിന്റെയും ലെവല് കണ്ടക്ഷൻ ബാൻഡ് എഡ്ജിന് തൊട്ടടുത്തായിരിക്കും. അതിന് കാരണം നമ്മൾ നോർമലി പറഞ്ഞുകൊണ്ടിരുന്ന എനർജി ബാൻഡ് ഗ്യാപ്പിൽ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു. ആ ബാൻഡ് ഗ്യാപ്പിലുള്ള എനർജി ലെവൽസ് ഒന്നും ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്. അത് ഒരു പ്യുവർ മെറ്റീരിയൽ ആണെങ്കിൽ മാത്രം. നിങ്ങൾ സിലിക്കൺ എടുക്കുകയാണെങ്കിൽ അതിൽ ഉണ്ടാവില്ല, ജെർമേനിയത്തിൽ ഉണ്ടാവില്ല, ഫോസ്ഫറസിൽ ഉണ്ടാവില്ല, അലൂമിനിയത്തിൽ ഉണ്ടാവില്ല, ആർസനിക്കിൽ ഉണ്ടാവില്ല. എനർജി ബാൻഡ് ഗ്യാപ്പിലുള്ള ലെവലിൽ ഒരു ഇലക്ട്രോൺ പോലും ഒക്യുപ്പൈ ചെയ്യില്ല. പക്ഷെ ഇവിടെ കേസ് ഡിഫറെന്റ് ആണ്. നമ്മൾ ഡോപ്പ് ചെയ്യുന്നു, ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു, മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി മാറ്റുന്നു. ആ ഡോപ്പിംഗ് ആണ് ആക്ച്വലി ഒരു ഡോണർ ലെവല് എനർജി ബാൻഡ് ഗ്യാപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കണ്ടക്ഷൻ ബാൻഡിനോട് അടുത്തായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഫ്രീ ആയിട്ട് മാറും. വളരെ 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 കുറഞ്ഞ എനർജി മതിയാവും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ 0 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ ബാലൻസ് ബാൻഡ് ആണ്. കണ്ടക്ഷൻ ബാൻഡിനകത്ത് 0 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ബട്ട് കണ്ടക്ഷൻ ബാൻഡിന് തൊട്ട് താഴെയായിട്ട് ഡോണർ എനർജി ലെവൽ ഉണ്ട്. അവിടെ ND നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ 50% ആവണമെങ്കിൽ ഫെർമി ലെവല് മൂവ് എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് അപ്പ് ആണോ ടുവേർഡ്സ് ഡൗൺ ആണോ? ഇലക്ട്രോണെ കാണാനുള്ള സാധ്യത 50% ആയിട്ടുള്ള എനർജി ലെവൽ നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ആ എനർജി ലെവല് എനർജി ബാൻഡ് ഗ്യാപ്പിന് പകുതിയിൽ നിന്ന് മുകളിലോട്ടായിരിക്കും അതോ താഴോട്ടായിരിക്കും? ആലോചിച്ചിട്ട് പറഞ്ഞ്. ഇൻട്രിൻസിക്കിൽ അത് മിഡിലായിരുന്നു. എൻ ടൈപ്പിൽ എവിടെയായിരിക്കും? അപ്വേർഡ്സ് ആയിരിക്കും അല്ലെ? സോ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഫെർമി എനർജി ലെവൽ ഈസ് എബോവ് ദ മിഡിൽ ഓഫ് ദ എനർജി ഗ്യാപ്പ്. സോ ഇറ്റ് ഷിഫ്റ്റ്സ് അപ്വേർഡ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇവിടെ ഓൾറെഡി കുറച്ചുകൂടി ഇലക്ട്രോൺസ് വന്നു അല്ലെ? ഇവിടെ നേരത്തെ എന്തായിരുന്നു? 0 ആയിരുന്നു. എന്നിട്ട് 50% മിഡിലാണെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ കുറച്ചും കൂടി ഇലക്ട്രോൺസ് മുകളിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ എനർജി ലെവൽ ഒക്യുപ്പൈ ചെയ്യാനുള്ള സാധ്യത ഒന്നും കൂടെ മുകളിലോട്ട് കൂടും. 50% ഒക്യുപ്പൻസി സാധ്യതയുള്ള എനർജി ലെവല് എനർജി ബാൻഡ് ഗ്യാപ്പിന്റെ മിഡിൽ നിന്ന് കുറച്ചും കൂടെ മുകളിലോട്ടായിരിക്കും, ടുവേർഡ്സ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്യും. അതിന് കാരണം അഡീഷണൽ ആയിട്ടൊരു ലെവല് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. സിമിലർലി പി ടൈപ്പ് ആണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് എഡ്ജ് ഉണ്ടാവും, വാലൻസ് ബാൻഡ് എഡ്ജ് ഉണ്ടാവും, EC ഉണ്ടാവും, EV ഉണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെവല് വാലൻസ് ബാൻഡിന് അടുത്തായിരിക്കും. റൈറ്റ്. കാരണം ഞാൻ പറഞ്ഞു ഹോൾസിന്റെ എനർജി കൂടുന്നത് താഴോട്ട് പോകുന്ന ദൂരമാണ് എനർജി ഓഫ് ഹോൾസ്. റൈറ്റ്. നമ്മൾ ഓരോ ഡോണറും ഓരോ ആക്സെപ്റ്ററും ഓരോ ഹോൾസിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെയായിരിക്കും അതിന്റെ ലെവല്. റൈറ്റ്. So compared to middle of the energy gap, Fermi level will shift towards down. ഇലക്ട്രോൺസ് കൂടുതലും വാലൻസ് ബാൻഡിലായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. കാരണം ഒരു ആബ്സെൻസ് ഉണ്ട്. ആബ്സെൻസ് ഇലക്ട്രോണിന് ഫില്ല് ചെയ്യും. വരുന്ന സ്ഥലത്ത് വീണ്ടും അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും. അങ്ങോട്ട് വേറെ ഇലക്ട്രോൺ വരും. സോ
വാലൻസ് ബാൻഡ് അടുത്തോട്ട് പോകുന്തോറും നമുക്ക് ഇലക്ട്രോൺസിനെ കാണാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓർ 50% ഒക്യുപ്പൻസിയുടെ ലെവല് മിഡിൽ ഓഫ് ദ എനർജി ബാൻഡ് ഗ്യാപ്പ് ഒന്നും താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. ബിക്കോസ് വി ആർ ക്രിയേറ്റിംഗ് എൻ ആക്സെപ്റ്റർ ലെവൽ ക്ലോസ് ടു ദ വാലൻസ് ബാൻഡ് എഡ്ജ്. അപ്പോൾ അതിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഫെർമി എനർജി ലെവലിന്റെ ഷിഫ്റ്റ് ഇൻട്രിൻസിക്കിൽ എവിടെയായിരുന്നു, ഷിഫ്റ്റ് എങ്ങനെയാണ്, ഡോണർ എനർജി ലെവൽ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നിയർ ടു കണ്ടക്ഷൻ ബാൻഡ് ആണ്. ആക്സെപ്റ്റർ എനർജി ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് വാലൻസ് ബാൻഡിന്റെ അടുത്താണ്. റൈറ്റ്. പിന്നെ ഈ നമ്പറും ഓർത്തിരിക്കുക, 50%. ദെൻ ദ ടേം എനർജി ലെവൽ, ഫെർമി എനർജി ലെവൽ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം വൺ വേർഡ് ആയിട്ട്. റൈറ്റ്. ഷിഫ്റ്റ് ഇൻ ഫെർമി ലെവൽ നമ്മൾ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ്. അത് ഏതൊക്കെയാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് എന്ന് ചോദിക്കും. റൈറ്റ്. അപ്പൊ ഡെഫിനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പും. റൈറ്റ്. കണ്ടക്ഷൻ ബാൻഡ് മിനിമയും, അതായത് കണ്ടക്ഷൻ ബാൻഡിന്റെ ബോട്ടം പോയിന്റും വാലൻസ് ബാൻഡിന്റെ മാക്സിമം പോയിന്റും, കണ്ടക്ഷൻ ബാൻഡിന്റെ മിനിമം ആൻഡ് വാലൻസ് ബാൻഡിന്റെ മാക്സിമം പോയിന്റ് സെയിം മൊമെന്റത്തിലാണ് കാണുന്നതെങ്കിൽ, അതായത് ഇത് ഓരോ ഇലക്ട്രോണിനും ഓരോ ലെവൽസ് ആയിരിക്കും. അപ്പൊ ആ മൊമെന്റം സെയിം ആണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിന്റെ ബോട്ടം എഡ്ജിനും വാലൻസ് ബാൻഡിന്റെ ടോപ്പ് എഡ്ജിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റം സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. അപ്പം നമ്മുടെ LED ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന LED ലേസേഴ്സ് ഓർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്, ലേസേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് ആയിരിക്കും. ഇത് പലതവണ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. LED ലേസേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് ആയിരിക്കും. അതിന് കാരണം ഈ ട്രാൻസിഷൻ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എനർജി ലോസ് ഉണ്ടാവും. ആ എനർജി ലോസ് ആണ് ലൈറ്റ് എനർജി ആയിട്ട് പോകുന്നുണ്ടാവുക. റൈറ്റ്. കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലോട്ട് കൊണ്ടുവരാം, ഓപ്പോസിറ്റ് പ്രോസസ് ആണ്. അപ്പോൾ എനർജി ലോസ് ഉണ്ടാവും. ആ ലോസ് ലൈറ്റ് എനർജി ആയിട്ട് മാറും. അപ്പം കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഇലക്ട്രോൺ ഡിസപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഡിസപ്പിയർ ചെയ്യണമെങ്കിൽ ആ ഇലക്ട്രോണും ഹോളും തമ്മിൽ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് വരണം. രണ്ടും ഓപ്പോസിറ്റ് ചാർജ് ആണ്. റൈറ്റ്. അപ്പൊ രണ്ടും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ക്യാൻസൽ ആയിട്ട് പോകും. അതിന് നമ്മൾ റീകോമ്പിനേഷൻ എന്ന് വിളിക്കും. റീകോമ്പിനേഷൻ. ആ റീകോമ്പിനേഷൻ നടക്കാനുള്ള പ്രോബിലിറ്റി കൂടണമെങ്കിൽ സെയിം മൊമെന്റ് ആയിരിക്കണം. സെയിം മൊമെന്റത്തിലുള്ള കാരിയേഴ്സ് തമ്മിലാണ് പ്രോപ്പർ ആയിട്ട് മീറ്റ് ചെയ്തിട്ട് ഒരു ഡീസെന്റ് ആയിട്ടുള്ള റീകോമ്പിനേഷൻ നടക്കുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക. മൊമെന്റം കൺസേർവ് ചെയ്യണം. അപ്പൊ സെയിം മൊമെന്റം ഉള്ള സെമി കണ്ടക്ടേഴ്സിൽ, ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിൽ സെയിം മൊമെന്റ് ആയിരിക്കും ഈ മിനിമം എഡ്ജും മാക്സിമം എഡ്ജും തമ്മിൽ ഉണ്ടാവുക. അപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ റീകോമ്പിനേഷൻ നടക്കുന്നത്. LED-ൽ നമുക്ക് റീകോമ്പിനേഷൻ നടക്കുക എന്നുള്ള നമ്മുടെ എയിം. കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലോട്ട് വരുമ്പം ഹൈ സ്റ്റേറ്റിൽ നിന്ന് ലോ എനർജി സ്റ്റേറ്റിലേക്കാണ് വരുന്നത്. എനർജി ലൂസ് ആവും. ആ ലൂസ് ആവുന്ന എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറും. അപ്പോൾ ആ ലൈറ്റ് എനർജിയുടെ വേവ് ലെങ്ത് ഏത് കളറാണ് എന്നുള്ളതൊക്കെ ഈ എനർജി ബാൻഡ് ഗ്യാപ്പിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, EGയെ ഡിപ്പെൻഡ് ചെയ്യും. എന്തായാലും ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആണെങ്കിൽ റീകോമ്പിനേഷൻ എളുപ്പത്തിൽ നടക്കും. റൈറ്റ്. സോ ഓൾ ലൈറ്റ് എമിറ്റിംഗ് മെറ്റീരിയൽസ് ആർ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ്. നമ്മുടെ ഇപ്പോൾ പറഞ്ഞ സിലിക്കൺ, ജെർമേനിയം, ഫോസ്ഫറസ്, അലൂമിനിയം അതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ആ കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻഡയറക്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ ഒരു സെക്കൻഡ് മതി നമുക്കത് ആൻസർ ചെയ്യാൻ. റൈറ്റ്. സിലിക്കൺ, ജെർമേനിയം നമ്മൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന് ഉപയോഗിക്കുന്നില്ല. സാധാരണ നോർമൽ ഡയോഡ്സും ട്രാൻസിസ്റ്റേഴ്സും
ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഒക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ സിലിക്കണും ജെർമേനിയം ഉപയോഗിക്കുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ആപ്ലിക്കേഷനിൽ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആണ്. കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്, ഗാലിയം ആർസനൈഡ്, അലൂമിനിയം ഗാലിയം ആർസനൈഡ് കോമ്പൗണ്ട് ആയിരിക്കും. റൈറ്റ്, അതൊക്കെ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽസ് ആണ്. റൈറ്റ്, മെറ്റീരിയൽസ് which are used for fabricating light emitting diodes and lasers are called direct band gap materials. Silicon and germanium, phosphorus, aluminum, boron, etc. are indirect band gap materials. ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. Right. Then comes mobility and electric field. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മൊബിലിറ്റിയുടെ യൂണിറ്റ്, വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് മൊബിലിറ്റി, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം മൊബിലിറ്റി എന്താണെന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രീ കാരിയർ ഉണ്ടെങ്കിൽ, ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുമെന്നറിയാം. റൈറ്റ്, അപ്പോൾ അത് മൂവ് ചെയ്യുന്ന സ്പീഡ്, വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. റൈറ്റ്, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ടൈംസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് എഴുതാം. ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. റൈറ്റ്, ആ കോൺസ്റ്റന്റ് നമ്മൾ റെപ്രസെന്റ് പറയുന്ന പേരാണ് മൊബിലിറ്റി. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന മ്യൂ എന്നുള്ള സിമ്പൽ വെച്ചിട്ടാണ്, ഗ്രീക്ക് സിമ്പൽ മ്യൂ. മ്യൂ ടൈംസ് ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതിലൊറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ, വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് മൊബിലിറ്റി? എന്താ മൊബിലിറ്റിയുടെ യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ് ഓഫ് മൊബിലിറ്റി ലെഫ്റ്റ് സൈഡിൽ വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ്, നിങ്ങൾക്കറിയാം. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു യൂണിറ്റ് ഓഫ് മൊബിലിറ്റി multiplied by what is the unit of electric field? Volt per meter ആയിരിക്കും അല്ലേ? Volt per meter. Then what will be the unit of mobility? Volt per meter. So unit of mobility will be meter. നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് മീറ്റർ സ്ക്വയർ ആവും അല്ലേ? മീറ്റർ സ്ക്വയർ. വോൾട്ട് താഴോട്ട് വരുന്ന സമയത്ത് പെർ വോൾട്ട് സെക്കൻഡ് ആവും അല്ലേ? സോ ദാറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് മൊബിലിറ്റി. യൂണിറ്റ് ഓഫ് മൊബിലിറ്റി. യൂണിറ്റ് ഓഫ് മൊബിലിറ്റി. റൈറ്റ്, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ് ആയിരിക്കും. റൈറ്റ്, മീറ്റർ സ്ക്വയർ ഓർ സെന്റിമീറ്റർ സ്ക്വയർ പെർ വോൾട്ട് സെക്കൻഡ്. Mobility of an carrier and mobility of electrons and mobility of holes. ഏതായിരിക്കും കൂടുതൽ ഉണ്ടാവുക? പോസിറ്റീവ് ചാർജ് കാരിയേഴ്സിനാണ് മാസ് കുറച്ചും കൂടെ കൂടുതൽ. അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോളിനകത്ത് വേണമെങ്കിൽ ഇലക്ട്രോൺ വന്നിരിക്കാന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഹോള് വലുതായിരിക്കും. റൈറ്റ്, വലിയ സാധനം മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കുറവായിരിക്കും അല്ലേ? മാസ് കൂടുന്തോറും മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കുറയും. സോ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ വിൽ ബി ഗ്രേറ്റർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾസ് ബിക്കോസ് mass of electron is less than mass of hole. അല്ലെങ്കിൽ size of electron is smaller than the size of holes. ഇത് ഓർത്തിരിക്കുക. ഹോളിനകത്താണ് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ഓർത്തിരിക്കുക. ഹോൾ വലുതായിരിക്കും, മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, മൊബിലിറ്റി കുറവായിരിക്കും. റൈറ്റ്, സോ നമ്മൾ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ മ്യൂ സബ്സ്ക്രിപ്റ്റ് n എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. മ്യൂ n, മൊബിലിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ, n for നെഗറ്റീവ് ചാർജ് ആണ്, ഈസ് ഗ്രേറ്റർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾസ്. ഹോൾസിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് പി എന്നാണ് പറയാറ്. സോ മ്യൂ n ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ പി. റൈറ്റ്, അത് മറക്കാതിരിക്കുക. റൈറ്റ്, കാര്യങ്ങൾ നിങ്ങൾ ലോജിക്കലി ഓർത്തിരുന്നാൽ പിന്നെ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എക്സാമിനേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് റീകോൾ ചെയ്യാൻ പറ്റും. റൈറ്റ്, സോ ആ രീതിയിൽ അതിനെ കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. Right, so mobility of electron is greater than mobility of holes, and unit of mobility is meter square per volt second. Right, meter square per volt second. Okay, right.
അപ്പോൾ അത്രയും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളൂ സെമി കണ്ടക്ടേഴ്സിൽ. ദെൻ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ. പി എൻ ജംഗ്ഷൻ എന്ന് ഒരുപാട് വൺ വേർഡ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് എല്ലാ എക്സാമിനേഷൻസിലും. ബട്ട് നമുക്ക് ബേസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പി എൻ ജംഗ്ഷനിലെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നുള്ളൂ. റൈറ്റ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് എ പി എൻ ജംഗ്ഷൻ ആണ്. അപ്പം ഫോർമേഷൻ ഓഫ് എ പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു പി എൻ സെമി കണ്ടക്ടർ ഉണ്ടാവും. അതിനൊരു ജംഗ്ഷൻ ഉണ്ടാവും. പിയും എന്നും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ പി എൻ ജംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പം ബ്ലോക്ക് ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു പി ഇവിടെ ഉണ്ടാവും, പി. അത് കഴിഞ്ഞാൽ ഒരു എൻ ഉണ്ടാവും. റൈറ്റ്. പി എൻ ജംഗ്ഷൻ. രണ്ട് മെറ്റീരിയൽസ്, ഒന്ന് പി ടൈപ്പും ഒന്ന് എൻ ടൈപ്പും നമ്മൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നിട്ട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പി എൻ ജംഗ്ഷൻ ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക, കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. പി ടൈപ്പ് മെറ്റീരിയലിൽ നിങ്ങൾക്കറിയാം. റൈറ്റ്. പി ടൈപ്പിൽ അയോൺസിന്റെ ചാർജ് എന്തായിരിക്കും? പി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റേഴ്സ് ആണ്, അല്ലെ? ആക്സെപ്റ്റ് ചെയ്യണം ഇലക്ട്രോൺസിന്. ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്, അല്ലെ? നെഗറ്റീവ് ആണ്. റൈറ്റ്. ചാർജസ് നെഗറ്റീവ് ആണ്. റൈറ്റ്. ഓരോ ആക്സെപ്റ്ററും എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഹോൾസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെ? ഹോൾസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഹോൾസ് അവിടെ ഉണ്ടാവും. നേരെ തിരിച്ച് എൻ സൈഡിലാണെങ്കിൽ അയോൺസിന്റെ ചാർജ് എന്താണ്? ഡോണേഴ്സ് ആണ്, അല്ലെ? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ്. പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ്. ഓരോ ഡോണറും എന്താ ഡൊണേറ്റ് ചെയ്യുന്നത്? ഓരോ ഇലക്ട്രോണിനെയാണ്, അല്ലെ? സർക്കിളായിട്ട് ഞാൻ വരച്ചത് ഹോൾസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സർക്കിൾ അല്ലാതെ വരച്ചുള്ള ഡോട്ട്സിനെ ഇലക്ട്രോൺസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. റൈറ്റ്. അപ്പൊ നമുക്ക് എൻ ഡി ഇലക്ട്രോൺസ് ഉണ്ടാവും, എൻ എ നമ്പർ ഓഫ് ഹോൾസും ഉണ്ടാവും. അപ്രോക്സിമേറ്റ്ലി എൻ എ നമ്പർ ഓഫ് ഹോൾസും ഉണ്ടാവും. റൈറ്റ്. അത് കൂടാതെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ ഹോൾസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പി ടൈപ്പിൽ വളരെ കുറച്ച് മാത്രം എന്തുണ്ടാവും? മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും. രണ്ടെണ്ണം മാത്രം ഞാൻ മാർക്ക് ചെയ്യും. റൈറ്റ്. പി ടൈപ്പിൽ മെജോറിറ്റി ഹോൾസ് ആണെന്ന് നമുക്കറിയാം. റൈറ്റ്. അതിന്റെ എണ്ണം എൻ ആണെന്ന് നമുക്കറിയാം. റൈറ്റ്. സോ എൻ ഇൻറ്റു പി ഈക്വൽ എൻ ഐ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അപ്പം ഇലക്ട്രോൺസിന്റെ എണ്ണം എൻ ഐ സ്ക്വയർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഹോൾസ് ആയിരിക്കും. സോ എൻ ഐ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ എ ആയിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം പി സൈഡിൽ. റൈറ്റ്. അപ്പം ഇത് ഈസി ആയിട്ട് നമുക്ക് കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 4 ടൈപ്പ് കാരിയേഴ്സ് ഉണ്ടാവും രണ്ട് ജംഗ്ഷനിലും കൂടെ. അപ്പോൾ അതൊക്കെ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈസി ആയിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ എൻ റീജിയൻ കാണിക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള എൻ എന്തായിരിക്കും? ഏത് റീജിയൻ ആണെന്നുള്ളതാണ്. എൻ സൈഡിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതേപോലെ തന്നെ എൻ സൈഡിലെ നമ്പർ ഓഫ് ഹോൾസ് കാണിക്കണമെങ്കിൽ ഹോൾസ് പി ആണ്. റീജിയൻ കാണിക്കുന്നത് ഇൻഡെക്സ് ആണ്, താഴെ സബ്സ്ക്രിപ്റ്റ് ആണ്. എൻ റീജിയനിലെ ഹോൾസ്. സിമിലർലി ഇലക്ട്രോൺസ് ഇൻ ദ പി റീജിയൻ, എൻ പി, എൻ സബ്സ്ക്രിപ്റ്റ് പി. ഫസ്റ്റ് ലെറ്റർ കാരിയർ ആണ്, രണ്ടാമത്തെ സബ്സ്ക്രിപ്റ്റ് റീജിയൻ ആണ്. സിമിലർലി ഹോൾസ് ഇൻ ദ പി റീജിയൻ. റൈറ്റ്. സോ എൻ ടൈപ്പിൽ എൻ മെജോറിറ്റി ആണെന്ന് നമുക്കറിയാം, അല്ലെ? എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് മെജോറിറ്റി ആണ്. അതിന്റെ എണ്ണം എത്രയായിരിക്കും? ഡോണേഴ്സിന്റെ എണ്ണം തന്നെയായിരിക്കും, അല്ലെ? അപ്രോക്സിമേറ്റ്ലി എൻ ഡി ആയിരിക്കും. നമ്പർ ഓഫ് ഡോണേഴ്സ് ആയിരിക്കും. റൈറ്റ്. എൻ ടൈപ്പിലെ ഹോൾസ് മൈനോറിറ്റി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ എണ്ണം എത്രയായിരിക്കും? എൻ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അല്ലെ? അത് എത്രയാ? എൻ ഡി ആയിരിക്കും. വളരെ കുറവായിരിക്കും. ഇത് കൂടുതലായിരിക്കും. സിമിലർലി പി ടൈപ്പിലെ ഇലക്ട്രോൺസ് കുറവായിരിക്കും. പി ടൈപ്പിലെ ഹോൾസ്, നാലാമത്തെ പി ടൈപ്പിലെ ഹോൾസ് ആണ്, അല്ലെ? പി പി ആണ്, ഹോൾസ് ഇൻ പി ടൈപ്പ്. അതെന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി നമ്പർ ഓഫ് ആക്സെപ്റ്റേഴ്സ് ആയിരിക്കും.
അല്ലെ? പി ടൈപ്പിൽ ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. അതിന്റെ എണ്ണം Ni സ്ക്വയർ ഡിവൈഡഡ് ബൈ majority carriers. എത്രയാണ്? നമ്പർ ഓഫ് ഹോൾസ് ഇൻ ദ പി ടൈപ്പ്, ദാറ്റ് ഈസ് Na. ഇത് വളരെ കുറവായിരിക്കും, ഇത് കൂടുതലായിരിക്കും. റൈറ്റ്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ രണ്ട് റീജിയൻസ് പി ടൈപ്പും എൻ ടൈപ്പും സെമി കണ്ടക്ടർ ഒരുമിച്ച് വെക്കുന്ന സമയത്ത് പി ടൈപ്പിൽ ഹോൾസിന്റെ എണ്ണം കൂടുതലാണ്. റൈറ്റ്. എൻ റീജിയനിൽ, പി റീജിയനിൽ ഹോൾസ് കൂടുതലാണ്, എൻ റീജിയനിൽ ഇലക്ട്രോൺസും കൂടുതലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, ഹോളിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അത് രണ്ടും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീകോമ്പിനേഷൻ നടക്കും, രണ്ട് കാരിയേഴ്സും ഡിസപ്പിയർ ആയിട്ട് പോകും. റൈറ്റ്. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് മീറ്റ് ചെയ്യുന്നു, അത് രണ്ടും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ കോവാലന്റ് ബാൻഡിലോട്ട് പോകും. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി നഷ്ടപ്പെടും, ഫ്രീ ആയിട്ടുള്ള ഹോൾസിന്റെ അവൈലബിലിറ്റിയും നഷ്ടപ്പെടും. എഫക്റ്റീവ്ലി രണ്ട് കാരിയേഴ്സും നമുക്ക് നഷ്ടപ്പെടും റീകമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹോൾസ് ലെഫ്റ്റ് സൈഡിലുണ്ട്, ഒരുപാട് ഇലക്ട്രോൺസ് റൈറ്റ് സൈഡിലുണ്ട്. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള ഒരുപാട് ഹോൾസ് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. ഏതാണോ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് അത് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തോട്ട് എന്തായാലും മൂവ് ചെയ്യല്ലോ. ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്, ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. റൈറ്റ് സൈഡിൽ വളരെ വളരെ കുറഞ്ഞ ഹോൾസ് മാത്രമേ ഉള്ളൂ. ലെറ്റസ്റ്റ് മാർക്ക് 2 ഹോൾസ്, രണ്ടെണ്ണം മാത്രം മാർക്ക് ചെയ്യാം, മൈനോറിറ്റി. എൻ സൈഡിൽ ഹോൾസ് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, മൈനോറിറ്റി. അപ്പം ഹോൾസ് കൂടുതൽ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് എല്ലാ ഹോൾസും റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇലക്ട്രോൺസ് ഒരുപാടുള്ളത് കൊണ്ട് എല്ലാ ഇലക്ട്രോൺസും ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. റൈറ്റ്, മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യുമ്പം ഈ ജംഗ്ഷനിൽ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ ഹോൾസും കുറെ ഇലക്ട്രോൺസും റീകമ്പൈൻ ചെയ്ത് ഡിസപ്പിയർ ആയിട്ട് പോകും. കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഹോൾസ് റൈറ്റിലോട്ട് മൂവ് ചെയ്യും, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യും, പി സൈഡിൽ നിന്ന് എന്നിലോട്ട് മൂവ് ചെയ്യും. കോൺസെൻട്രേഷൻ കൂടുതൽ ഇലക്ട്രോൺസ് റൈറ്റ് സൈഡിൽ നിന്ന് എൻ സൈഡിൽ നിന്ന് പി സൈഡിലോട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്ന സമയത്ത് ആ ജംഗ്ഷനിൽ വെച്ചിട്ട് ആ ഇന്റർഫേസിൽ ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീകമ്പിനേഷൻ നടക്കും, അവര് ഡിസപ്പിയർ ആയിട്ട്. അപ്പൊ ഇത് ജോയിൻ ചെയ്ത ഉടനെ ക്വിക്കായിട്ട് ജംഗ്ഷന് സറൗണ്ടിങ്സിൽ എന്തുണ്ടാവില്ല? ഇലക്ട്രോൺസും ഉണ്ടാവില്ല, ഹോൾസും ഉണ്ടാവില്ല. റൈറ്റ്. ഇതാണ് ജംഗ്ഷൻ എങ്കിൽ അതിനടുത്തായിട്ട് ഹോൾസും ഉണ്ടാവില്ല, ഇലക്ട്രോൺസും ഉണ്ടാവില്ല. സോ ഇത് പി ആയിരുന്നു, അവിടെ നെഗറ്റീവ് അയോൺസ് ഉണ്ടായിരുന്നു. റൈറ്റ്. അതിന്റെ കൂടെ പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആയ ഹോൾസ് ഉണ്ടായിരുന്നു. ഇവിടെ എൻ ആയിരുന്നു, പോസിറ്റീവ് അയോൺസ് ആയിരുന്നു, ഡോണേഴ്സ് ആണ്. സോ പോസിറ്റീവ് അയോൺസ് ആണ്. ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, ചാർജ് പോസിറ്റീവ് ആയിരിക്കും. റൈറ്റ്. ഇവിടെ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്, കൂടുതൽ ഹോൾസ് ആണ്. റൈറ്റ്. ഇവിടെ കുറച്ച് ഹോൾസ് ഉണ്ട്, കൂടുതൽ ഇലക്ട്രോൺസ് ആണ്. റൈറ്റ്. പക്ഷേ ജംഗ്ഷന്റെ ഇന്റർഫറൻസിൽ ഇവിടെ നമുക്ക് ഇലക്ട്രോൺസ് ഹോൾസ് ആബ്സെന്റ് ആയിരിക്കും. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? നെഗറ്റീവ് അയോൺസ് ഉണ്ടാവും ഈ സൈഡിൽ, ഇവിടെ പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും നമ്മൾ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ, ഒരുമിച്ച് ക്ലോസ് കോണ്ടാക്റ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ, അവിടെ ഇന്റർഫേസിൽ എന്താ ഉണ്ടാവുക നിങ്ങളോട് ചോദിക്കാം. ഹോൾസ് ഉണ്ടാവില്ല, ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, എന്താ ഉണ്ടാവുള്ളൂ? അയോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇമ്മൊബൈൽ അയോൺസ് എന്ന് വിളിക്കും. ഇമ്മൊബൈൽ അയോൺസ്. റൈറ്റ്. കാരിയേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല, കാരിയേഴ്സ് ഒക്കെ ഡിപ്ലീറ്റഡ് ആയിരിക്കും. കാരിയേഴ്സ് ഉണ്ടാവില്ല, കാരിയേഴ്സ് ഒക്കെ ഡിപ്ലീറ്റ് ചെയ്തു പോവും, റീകമ്പൈൻ ചെയ്തിട്ട് ഡിപ്ലീറ്റ് ചെയ്തു പോവും. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കും. അപ്പൊ ആ ഡിപ്ലീഷൻ റീജിയനിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, പോസിറ്റീവ് ചാർജ് അയോൺസ് ഇവിടെയുണ്ട്, പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ഇവിടെയുണ്ട്. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം.
റൈറ്റ്. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. റൈറ്റ്. പോസിറ്റീവ് ചാർജ് ഉള്ള സ്ഥലത്ത് നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മളൊരു പി റീജിയനും എൻ റീജിയനും ഒരുമിച്ച് വെച്ച് പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും കാരിയേഴ്സിന്റെ ഫ്ലോ ഉണ്ടാവും. അത് റീകമ്പൈൻ ചെയ്തു പോവും. റീകമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയോൺസ് മാത്രമായിട്ട് മാറും. ആ ജംഗ്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? എൻ റീജിയൻ ടു പി റീജിയൻ ആയിരിക്കും. റൈറ്റ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളതാണ് കേട്ടോ. എൻ സൈഡിൽ നിന്ന് പി സൈഡിലോട്ടായിരിക്കും. കോമൺ ലോജിക് ആണ്. പോസിറ്റീവ് അയോൺസ് എൻ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് നെഗറ്റീവ് അയോൺസ് പി സൈഡിലാണ്, അങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിന് മുമ്പ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞല്ലോ. കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വോൾട്ടേജ് കൊടുത്തിട്ടല്ല, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഒരു എനർജിയും കൊടുത്തിട്ടില്ല. രണ്ട് റീജിയൻസ് ക്ലബ് ചെയ്ത് ഒരുമിച്ചാക്കിയ സമയത്താണ് ഹോൾസ് റൈറ്റിലോട്ടും ഇലക്ട്രോൺസ് ലെഫ്റ്റിലോട്ടും മൂവ് ചെയ്തിട്ടുള്ളത്. അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കൊണ്ടാണ് ആ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. റൈറ്റ്. അങ്ങനെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ട് ഉണ്ടാവുന്ന കറണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ട് ഉണ്ടാകുന്ന മൂവ്മെന്റ് നമ്മൾ ഡിഫ്യൂഷൻ എന്നാണ് പറയുക. ഡിഫ്യൂഷൻ. സോ പി റീജിയനും എൻ റീജിയനും നമ്മൾ ക്ലബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡിഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി. ഡിഫ്യൂഷൻ ഉണ്ട്. ഹോൾസ് പി റീജിയൻ നിന്ന് എൻ റീജിയനിലോട്ട് മൂവ് ചെയ്യുന്നു. പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്. ഇലക്ട്രോൺസ് എൻ റീജിയൻ നിന്ന് പി റീജിയനിലോട്ട് മൂവ് ചെയ്യുന്നു. നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്. അപ്പൊ നെറ്റ് കറണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കും? പോസിറ്റീവ് ചാർജ് കാരിയേഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ സാധാരണ കറണ്ട് മാർക്ക് ചെയ്യുക അല്ലേ? അപ്പം ഡിഫ്യൂഷൻ കൊണ്ട് ഹോൾസ് മൂവ് ചെയ്ത് റൈറ്റിലോട്ടാണ്, ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ കൺവെൻഷണൽ കറണ്ട് ഓർ നോർമൽ കറണ്ട് വിൽ ബി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, പി ടു എൻ ആയിരിക്കും. റൈറ്റ്. അപ്പൊ ആകെ പ്രശ്നങ്ങളായി. ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്, ഇവിടെ ബയസ് ഒന്നുമില്ല, ക്ലോസ്ഡ് അല്ല സർക്യൂട്ട്. അപ്പൊ ആക്ച്വലി എന്തുണ്ടാകാൻ പാടില്ല? കറണ്ട് ഉണ്ടാകാൻ പാടില്ല. റൈറ്റ്. പക്ഷെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും ഉണ്ട്, കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഹയർ കോൺസെൻട്രേഷൻ ഹോൾസ് ലോവർ സൈഡിലോട്ടും ഹയർ സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് ലോവർ സൈഡിലോട്ട് മൂവ് ചെയ്തപ്പോൾ ഒരു കാരിയേഴ്സിന്റെ ഫ്ലോ ഉണ്ടായി അക്രോസ് ദ ജംഗ്ഷൻ. അതിനർത്ഥം അക്രോസ് ദ ത്രൂ ദ ജംഗ്ഷൻ വി ഹാവ് എ കറന്റ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ക്ലോസ്ഡ് സർക്യൂട്ട്. അല്ലെ? ക്ലോസ്ഡ് ആണോ? അല്ല. ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലാത്തതുകൊണ്ട് കറണ്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ രണ്ട് റീജിയൻസ്, രണ്ട് സെമി കണ്ടക്ടേഴ്സ് പിയും എൻ ക്ലോസ് കോണ്ടാക്റ്റിൽ കൊണ്ടുവച്ചപ്പം ഡിഫ്യൂഷൻ ഉണ്ടാവുന്നു. അവിടെ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവുന്നു. ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവാനുള്ള കാരണം കാരിയേഴ്സ് റീകമ്പൈൻ ചെയ്യുന്നു. അവിടെ ബാക്കി വരുന്ന അയോൺസ് മാത്രമാണ്. ആ ഡിപ്ലീഷൻ റീജിയൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഫ്രം എൻ റീജിയൻ ടു പി റീജിയൻ ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. ഇലക്ട്രിക് ഫീൽഡ് എൻ റീജിയൻ ടു പി റീജിയൻ ആണെങ്കിൽ, എൻ റീജിയൻ ടു പി റീജിയൻ ആണെങ്കിൽ ഇവിടെയുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ആരാണ്? ഹോൾസ് ആണ് അല്ലെ? മൈനോറിറ്റി കാരിയേഴ്സ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലെ? കാരണം എന്താ? എൻ സൈഡിലെ മൈനോറിറ്റി കാരിയേഴ്സ് പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ് അല്ലെ? പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക അല്ലെ? അതേപോലെ പി സൈഡിലെ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട്, ഇലക്ട്രോൺസ്. അയാൾ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യാന്ന് നമുക്കറിയാം. ഇലക്ട്രോൺസ് അയാൾ എങ്ങോട്ട് മൂവ് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. റൈറ്റ്. ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. കൺഫ്യൂസ്ഡ് ആവണ്ട, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അത് എൻ സൈഡില് മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. അയാൾ ഫീൽഡ് ഉണ്ടെങ്കിൽ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. സോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഹോൾസ് മൂവ് ചെയ്യുന്നുണ്ടാവും. പി സൈഡിലെ മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അതുകൊണ്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് മൈനോറിറ്റി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നെറ്റ് കറണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കും? ഹോൾസിന്റെ ഫ്ലോയ്ക്കുള്ള ഡയറക്ഷനിൽ തന്നെയായിരിക്കും അല്ലെ? പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് കൺവെൻഷണൽ കറണ്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടു ഇലക്ട്രോൺ ഫ്ലോ അല്ലെ? അപ്പൊ കൺവെൻഷണൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ആ രണ്ട് കറണ്ട് നിങ്ങൾ നോക്കിയേ. വൈറ്റിൽ എഴുതിയിരിക്കുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, ഓറഞ്ചിൽ എഴുതിയിരിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. വൈറ്റിൽ എഴുതിയ കറണ്ട് ഏത് കറണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാവുന്ന കറണ്ടാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മൈനോറിറ്റി കാരിയേഴ്സ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറണ്ട്
ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാവുന്ന കറണ്ടാണ്. ശരിയല്ലേ? എൻ റീജിയനിൽ മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരുന്നു. ഹോൾസ് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ ഹോൾസ് റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. പി സൈഡിൽ മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അയാൾ ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺസ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. Conventional current due to that particular electric field will be from right to left. ആ കറണ്ടിനെ നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് വിളിക്കും കേട്ടോ. ഡ്രിഫ്റ്റ് കറണ്ട് എന്തുകൊണ്ടാ? ഇലക്ട്രിക് ഫീൽഡിൽ കാരിയേഴ്സ് ഡ്രിഫ്റ്റ് ആയിട്ടാണ് കറണ്ട് ഉണ്ടാവുന്നത്. സോ ഇറ്റ്സ് എ ഡ്രിഫ്റ്റ് കറണ്ട്. സോ വൈറ്റ് കറണ്ട് ഈസ് ഡ്രിഫ്റ്റ് കറണ്ട്. ഓറഞ്ചിൽ മാർക്ക് ചെയ്തത് ഏറ്റവും ആദ്യം മാർക്ക് ചെയ്തായിരുന്നു അല്ലെ? അത് എന്ത് കറണ്ടാണ്? ഡിഫ്യൂഷൻ ഓഫ് കാരിയേഴ്സ് കൊണ്ടുണ്ടാകുന്ന കറണ്ട് ആയിരുന്നു അല്ലെ? അതിനെ നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് വിളിക്കും. ഡിഫ്യൂഷൻ കറന്റ്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയി. ഒരു പി എൻ ജംഗ്ഷനിൽ നമ്മൾ എക്സ്റ്റേണൽ ബയസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ മൈനോറിറ്റി കാരിയേഴ്സ് വിൽ ഡ്രിഫ്റ്റ്, മെജോറിറ്റി കാരിയേഴ്സ് വിൽ ഡിഫ്യൂസ്. ആ രണ്ട് കറണ്ടും ബാലൻസ്ഡ് ആയിരിക്കും. സോ ദാറ്റ് നെറ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു 0. ഒരു പി സെമി കണ്ടക്ടറും എൻ സെമി കണ്ടക്ടറും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിഫ്യൂഷൻ ഉണ്ടാവും, റീകോമ്പിനേഷൻ ഉണ്ടാവും. ആ ഡിഫ്യൂഷൻ കൊണ്ടുണ്ടാവുന്ന കറണ്ട്, ഡ്രിഫ്റ്റ് കൊണ്ടുണ്ടാവുന്ന കറണ്ട് രണ്ടും ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആയിരിക്കും. അത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഓപ്പൺ സർക്യൂട്ടിൽ എന്തുണ്ടാവാൻ പാടില്ല? കറണ്ട് ഫ്ലോ ഉണ്ടാവാൻ പാടില്ല. അപ്പം എക്സ്റ്റേണൽ ബയസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ മൈനോറിറ്റി കാരിയേഴ്സ് വിൽ ഡ്രിഫ്റ്റ് അക്രോസ് ദ ജംഗ്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മൈനോറിറ്റി കാരിയേഴ്സ് എന്താ ചെയ്യുന്നത്? ഡ്രിഫ്റ്റ് ആണ് കേട്ടോ. ഡ്രിഫ്റ്റ് ആണ് അക്രോസ് ദ ജംഗ്ഷൻ. മെജോറിറ്റി കാരിയേഴ്സ് എന്താ ചെയ്യുന്നത്? മെജോറിറ്റി കാരിയേഴ്സ് വിൽ ഡിഫ്യൂസ് അക്രോസ് ദ ജംഗ്ഷൻ. ഡിഫ്യൂസ് അക്രോസ് ദ ജംഗ്ഷൻ. And both currents are having same magnitude and opposite direction. ആ രീതിയിലായിരിക്കും ഡിഫ്റ്റും ഡിഫ്യൂഷനും അഡ്ജസ്റ്റ് ആവുക. സോ ദാറ്റ് നെറ്റ് കറണ്ട് ഈക്വൽ ടു 0. റൈറ്റ്? അപ്പം കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പി ടൈപ്പും എൻ ടൈപ്പും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ ഉണ്ടാവും, കാരിയേഴ്സ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട് വരും, അത് മീറ്റ് ചെയ്യും, റീകോമ്പിനേഷൻ ഉണ്ടാവും. റീകോമ്പിനേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇന്റർഫേസിൽ കാരിയേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കും അതിനെ. ബിക്കോസ് കാരിയേഴ്സ് ആർ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കും. ഡിപ്ലീഷൻ റീജിയനിൽ ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അയോൺസ് ഫീൽഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും ഫീൽഡ് ഉണ്ടാവുക. റൈറ്റ്? ആ ഫീൽഡ് മൈനോറിറ്റി കാരിയേഴ്സിനെ ഡ്രിഫ്റ്റ് ചെയ്യിക്കും. പി സൈഡിൽ മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് എന്നിലോട്ട് മൂവ് ചെയ്യും, റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. ബിക്കോസ് അത് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ മൈനോറിറ്റി ഹോൾസ് ആണ്. ഹോൾസ് ഫീൽഡിന് അതേ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. കാരണം ഹോൾസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് സെയിം ഡയറക്ഷൻ ആണ് ഫോളോ ചെയ്യുക. ഫീൽഡിന് അതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്പം നെറ്റ് കറണ്ട് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ ഡിഫ്യൂഷൻ കറണ്ട് പി ടു എൻ ആണ്. ഡ്രിഫ്റ്റ് കറണ്ട് എൻ ടു പി ആണ്. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. ഡ്രിഫ്റ്റ് കറണ്ട് എൻ റീജിയൻ ടു പി റീജിയൻ ആണ്. ഡിഫ്യൂഷൻ കറണ്ട് പി റീജിയൻ ടു എൻ റീജിയൻ ആണ്. Right? Minority carriers in the N region will move towards P region. Sorry. All right. Minority carriers in the N region, they are holes. Minority carriers in the N region will move towards left. Similarly, minority carriers in the P region, they are electrons, will move towards N region. Whereas majority carriers from P will move to N. Majority carriers from N will move to P. രണ്ടും ബാലൻസ്ഡ് ആയിരിക്കും. നെറ്റ് കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡാണ് ഈ രണ്ട് കറണ്ടും ബാലൻസ്ഡ് ആക്കുന്നത്. ഓക്കെ ആണോ? റൈറ്റ്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ എത്ര നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? പി എൻ ജംഗ്ഷൻ ബാക്കിയൊക്കെ സിമ്പിൾ ആയിരുന്നു. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ലോജിക്കലി ഓർത്തിരിക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ക്ലിയർ ചെയ്ത് പോവാം. വായിച്ചു പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് വായിക്കേണ്ടി വരും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? എനി ക്വറീസ്? ക്ലിയർ ആണെങ്കിൽ റിപ്ലൈ ചെയ്തേ. ക്ലിയർ ആണെന്ന് പറഞ്ഞേ. പി എൻ ജംഗ്ഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബേസിക് സെമി കണ്ടക്ടർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും.
റൈറ്റ്. സൂര്യ പറയുന്നു ഡിഫ്യൂഷൻ കറണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. ഡ്രിഫ്റ്റ് കറണ്ട് സൂര്യ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. സാബിത്ത് ഡിഫ്യൂഷൻ കറണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ റൈറ്റ്. നോ പ്രോബ്ലം. ഓക്കെ. അപ്പൊ രണ്ടുപേരും രണ്ട് കറണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. റൈറ്റ്. ആദ്യം ചോദിച്ചത് ഡ്രിഫ്റ്റ് കറണ്ട് ആണ്. അതിന് മുമ്പായിട്ട് ഡിഫ്യൂഷൻ പറയാം. റൈറ്റ്. ഡിഫ്യൂഷൻ എപ്പോഴും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ട് ഉണ്ടാവുന്ന കറണ്ട് ആയിരിക്കും. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റൈറ്റ് സൈഡിൽ എൻ ആണ്. പിയിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്, ഒരുപാട് ഹോൾസ് ഉണ്ട്. റൈറ്റ്. എന്നിൽ വളരെ കുറച്ച് ഹോൾസ് ഉള്ളൂ, രണ്ടെണ്ണം മാത്രം വരയ്ക്കുന്നു. അപ്പോൾ ഇത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് ഫ്ലോ നടക്കുന്ന പോലെ തന്നെ ഹോൾസ് എവിടെയാണോ കൂടുതലുള്ളത് അത് കുറഞ്ഞ സ്ഥലത്തോട്ട് ഫ്ലോ ചെയ്യും. ഈക്വലൈസ് ചെയ്യുന്നവരെ, രണ്ടെണ്ണം സെയിം ആവുന്നവരെ അത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഹോൾസ് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അതാണ് നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ. സിമിലർലി ഇലക്ട്രോൺസ് ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു എൻ റീജിയനിൽ. റൈറ്റ്. ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്, ഡോട്ടഡ് ഇലക്ട്രോൺസ്. ഓക്കെ. ഇവിടെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറവുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? എൻ ടു പി മൂവ് ചെയ്യും. റൈറ്റ്. അപ്പം പി ടു എൻ മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്. എൻ ടു പി മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്. അപ്പം ഒരു പോസിറ്റീവ് ചാർജ് കാരിയർ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ചാർജ് കാരിയർ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്നുണ്ടെങ്കിൽ, കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യാം പോസിറ്റീവ് ചാർജ് കാരിയേഴ്സിന്റെ ഫ്ലോ ആയിട്ടാണ്. റൈറ്റ്. ഓർ ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്. അപ്പം കൺവെൻഷണൽ കറണ്ട് ഈ ഡയറക്ഷനിലായിരിക്കും ടോട്ടൽ കറണ്ട് ഉണ്ടാവുക. ആ കറണ്ട് എന്തുകൊണ്ടാണ്? കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലുണ്ട്, അവ ഇങ്ങോട്ട് പോകുന്ന ഹോൾസ്. ഇവിടെ ഇലക്ട്രോൺസ് ഒരുപാടുണ്ട്, അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ട് ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് വിളിക്കും. ഡിഫ്യൂഷൻ. കാരിയേഴ്സിന്റെ ഫ്ലോ എവിടെ ഉണ്ടായാലും അത് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിന് പല പല റീസൺസ് ഉണ്ടാവാം. ഇവിടെ റീസൺ എന്താണ്? ഡിഫ്യൂഷൻ ആണ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. റൈറ്റ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇന്റർഫേസിൽ ഹോൾസും ഇലക്ട്രോൺസും കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. അവർ റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഇന്റർഫേസിൽ അയോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ, കാരിയേഴ്സ് ഉണ്ടാവില്ല, ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. ഓക്കെ. അയോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. റൈറ്റ്. ഡിപ്ലീറ്റഡ് ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ്, അതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കും. ആ ഡിപ്ലീഷൻ നിങ്ങൾ നോക്കി അറിയാം, ഇത് പോസിറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ചെയ്ത ഏരിയ ആണ് റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും അത് ഡയറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. റൈറ്റ്. അപ്പൊ ആ പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് പി റീജിയനിലും എൻ റീജിയനിലും ഉള്ള കാരിയേഴ്സിനെയൊക്കെ എഫക്ട് ചെയ്യാം. റൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എൻ റീജിയനിൽ ഹോൾസ് ഉണ്ട് ഇവിടെ. റൈറ്റ്. മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും, റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. റൈറ്റ്. ഇത് മൈനോറിറ്റി ഹോൾസ് ആണ്, മൈനോറിറ്റി ഹോൾസ്. ഓക്കെ. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മൈനോറിറ്റി ഇലക്ട്രോൺസ് ആണ്, അത് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അത് മൈനോറിറ്റി. പി റീജിയനിൽ മൈനോറിറ്റി ഏതാണ്? ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസ്. അപ്പോൾ ഹോൾസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ഇലക്ട്രോൺസ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടും മൂവ് ചെയ്യുമ്പം കൺവെൻഷണൽ കറണ്ട് ഹോൾസിന്റെ ഡയറക്ഷനിലാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും ഐ. റൈറ്റ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അത് ക്യാൻസൽ ആവും. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം കൂടെ ഉണ്ടാവാം, ഇവിടെ കുറെ ഹോൾസ് ഉണ്ട്, ഇവിടെ കുറെ ഇലക്ട്രോൺസും ഉണ്ട്, അത് എന്തുകൊണ്ടാണ് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് മൂവ് ചെയ്യാത്തതെന്ന് സംശയം ഉണ്ടാവും അല്ലെ. ഇവിടെ ഞാൻ ഹോൾസ് മാത്രം മൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്, ഇവിടെ ഇലക്ട്രോൺസ് മാത്രം മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് ബാലൻസ് വരുന്ന ഹോൾസും ബാലൻസ് വരുന്ന ഇലക്ട്രോൺസും വീണ്ടും ക്രോസ് ചെയ്ത് പോകാത്തതെന്ന് സംശയം ഉണ്ടാവാം. റൈറ്റ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയ നെഗറ്റീവ് അയോൺസ് ആണ് ഉള്ളത്, ഓർ ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. ഫീൽഡ് ആ ഡയറക്ഷനിലായതുകൊണ്ട് ഈ ഇലക്ട്രോൺസിന് വീണ്ടും പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സിമിലർലി ഇവിടെയുള്ള ഹോൾസ് ക്രോസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിയേ ഈ ഡയറക്ഷനിലാണ് അല്ലെ. ഹോൾസ് പോസിറ്റീവ് ചാർജ് ആണ്, അതിന് ഇതിനെ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. ഹോൾസ് ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക.
അതുകൊണ്ട് ബാലൻസ് വരുന്ന മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസും ബാലൻസ് വരുന്ന മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസും എൻ റീജിയൽ ഇലക്ട്രോൺസും പിന്നെ ഫർദർ ആയിട്ട് ജംഗ്ഷൻ ക്രോസ് ചെയ്യില്ല. കുറച്ച് കാരിയേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടാവും, അപ്പോഴത്തേനും ഇലക്ട്രിക് ഫീൽഡ് വന്നിട്ടുണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് ഫർദർ ഡിഫ്യൂഷനെ ബ്ലോക്ക് ചെയ്യും. റൈറ്റ്, ഫർദർ ഡിഫ്യൂഷനെ ബ്ലോക്ക് ചെയ്യും. But that electric field will enhance the flow of majority carriers. Okay, enhances the flow of minority carriers. Right? Okay, now Surya and Sabit, clear? അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഡിഫ്യൂഷൻ മെജോറിറ്റി കാരിയേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്, ഡ്രിഫ്റ്റ് മൈനോറിറ്റി കാരിയേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്, ഫീൽഡ് ഉണ്ടാക്കുന്നത് ഇമ്മൊബൈൽ അയോൺസ് ആണ്. ഡിപ്ലീഷൻ റീജിയനിൽ കാരിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ഇമ്മൊബൈൽ അയോൺസ് ആയിരിക്കും. ആ ഡിപ്ലീഷൻ റീജിയൻ ന്യൂട്രൽ ആയിരിക്കുമോ? ഡിപ്ലീഷൻ റീജിയൻ ന്യൂട്രൽ ആണോ? യെസ് ഓർ നോ? ഡിപ്ലീഷൻ റീജിയൻ ന്യൂട്രൽ ആണോ? ന്യൂട്രൽ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവോ? ഇല്ല. ഡിപ്ലീഷൻ റീജിയനിൽ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ആണ് കിടക്കുന്നത്. ദേ ആർ ന്യൂട്രൽ. ബാക്കി പോർഷൻസ് ഒക്കെ ന്യൂട്രൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ നോക്കിയാൽ നിങ്ങൾ പി ടൈപ്പില് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആണ്, നെഗറ്റീവ് അയോൺസ് ആണ് അല്ലെ. ആ നെഗറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹോൾ ഇവിടെ ഉണ്ടാവും. ദേ ആർ ന്യൂട്രൽ. സിമിലർലി ഇവിടെ പോസിറ്റീവ് അയോൺസ് ആണ്, പോസിറ്റീവ് അയോൺസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ദേ ആർ ന്യൂട്രൽ. ഓക്കെ, സോ ഫാർ അവേ ഫ്രം ദ depletion region, the semiconductor is neutral, and the semiconductor is not neutral in the depletion region. എന്തുകൊണ്ടാ? അവിടെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കാരിയേഴ്സ് ഇല്ല, അയോൺസ് മാത്രമാണ്. അയോൺസ് ഒരു ചാർജ് പാർട്ടിക്കിൾ ആണ്. അല്ലെങ്കിൽ ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഫീൽഡ് ഉണ്ടാവില്ല. ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ചാർജ്, പോസിറ്റീവ് നെറ്റ് ചാർജും നെഗറ്റീവ് നെറ്റ് ചാർജും ഒക്കെ വേണം. സോ ദ ഡിപ്ലീഷൻ റീജിയൻ ഈസ് നോട്ട് ന്യൂട്രൽ and the far end from the depletion region is neutral. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഡ്രിഫ്റ്റ് കറണ്ട് മൈനോറിറ്റി കാരിയേഴ്സ് ആണ്, ഡിഫ്യൂഷൻ കറണ്ട് മെജോറിറ്റി കാരിയേഴ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നെറ്റ് കറണ്ട് അക്രോസ് ജംഗ്ഷൻ 0 ആണ്, ബിക്കോസ് ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട്സ് ആർ ബാലൻസിങ് ഈച്ച് അതർ. ക്ലിയർ ആണല്ലോ? പി എൻ ജംഗ്ഷൻ ഏത് ക്വസ്റ്റ്യൻ ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാം. ഇത്ര മാത്രം, അതിൽ ഈ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. റൈറ്റ്, സൂര്യ വീണ്ടും ചോദിക്കുന്നു ഡ്രിഫ്റ്റ് കറണ്ട് സ്മോൾ ആയിരിക്കില്ല എന്ന് ചോദിക്കുന്നു. റൈറ്റ്, ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും മാഗ്നിറ്റ്യൂഡ്സ് മാച്ച് ആവുന്നത് വരെ അവിടെ ഫീൽഡ് കൂടിക്കൊണ്ടേയിരിക്കും. റൈറ്റ്, ഫീൽഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. ഫീൽഡ് ഇൻക്രീസ് ചെയ്തിട്ട് ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും മാഗ്നിറ്റ്യൂഡ്സ് മാച്ച് ആവുന്നത് വരെ അത് കൂടിക്കൊണ്ടേയിരിക്കും. കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. റൈറ്റ്, ബാലൻസ് ആവുന്നവരെ അത് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഫീൽഡ് കൂടുമ്പോൾ എന്തായാലും ഡ്രിഫ്റ്റ് കറണ്ട് കൂടുമല്ലോ. ഇനീഷ്യലി കുറവായിരിക്കാം, ഫീൽഡ് കൂടുന്നതനുസരിച്ച് ഡ്രിഫ്റ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കാരിയറിന്റെ വെലോസിറ്റി നമ്മൾ പറഞ്ഞു. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മൊബിലിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണോ? റൈറ്റ്, ഇത്രയും പി എൻ ജംഗ്ഷൻ ഓപ്പൺ സർക്യൂട്ടിന് ചോദിക്കുള്ളൂ. റൈറ്റ്, അപ്പൊ ഇതിൽ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് നമുക്ക് വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. റൈറ്റ്, ഫീൽഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. റൈറ്റ്, ഓക്കെ ആണോ? ക്ലിയർ? റൈറ്റ്, സംശയങ്ങൾ വല്ലതും ഉണ്ടോ? റൈറ്റ്, ഇത് പി എൻ ജംഗ്ഷൻ ഓപ്പൺ സർക്യൂട്ടിന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചാണ് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലിയർ ചെയ്തിട്ട് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ ആണോ? റൈറ്റ്, ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യട്ടെ. റൈറ്റ്, ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു ഫോർ യുവർ ടൈം, താങ്ക് യു ഫോർ ലിസണിങ് ദ ക്ലാസ്. ബൈ ബൈ, വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം.